ഹാൻഡ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ACV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കെയറിംഗ് ഹാൻഡ്സിൽ നമുക്ക് ഇന്ന് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ ദേവിൻ പ്രഭാകറാണ്. ദിവ്യപ്രഭ ഐ ഹോസ്പിറ്റൽ തിരുവനന്തപുരം കുമാരപുരത്തെ ദിവ്യപ്രഭ ഐ ഹോസ്പിറ്റലിൻ്റെ വൈസ് ചെയർമാനാണ്. ഡോക്ടറെ നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഇന്നത്തെ നമ്മുടെ കെയറിംഗ് ഹാൻഡ്സിലെ ടോപ്പിക്ക് വളരെ ഈ സീസണുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. വേനൽക്കാലം എന്ന് പറയുന്നത് പലതരത്തിലുള്ള നേത്ര രോഗങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അല്ലേ. അപ്പോൾ ഒരു സ്പെഷ്യൽ പരിചരണം നമ്മുടെ കണ്ണുകൾക്ക് നിർബന്ധമായി നൽകേണ്ട ഒരു സമയമാണ്. ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വേനൽക്കാല നേത്ര പരിചരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ ദേവിൻ പ്രഭാകറാണ് നമുക്കൊപ്പം ഉള്ളത്. ദിവ്യപ്രഭ ഐ ഹോസ്പിറ്റൽ കുമാരപുരം ദിവ്യപ്രഭ ഹോസ്പിറ്റലിൻ്റെ വൈസ് ചെയർമാനാണ് ഡോക്ടർ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടേത് ഒരു ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ഡോക്ടറോട് നേരിട്ട് തന്നെ ഈ വേനൽക്കാലത്ത് എങ്ങനെയാണ് നമ്മുടെ നേത്രത്തിന് നമ്മൾ പരിചരണം കൊടുക്കേണ്ടത്, അതിനെ സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അല്ലേ ഡോക്ടർ. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു സമയം സമ്മർ സീസൺ എന്ന് പറയുന്നത് പല അസുഖങ്ങളും ഉണ്ടാകുന്നതാണ്. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊന്ന് കുറച്ചുകൂടി ഈസി ആൻഡ് കോമൺ ആയിട്ട് പല ഇൻഫെക്ഷൻസും ഒക്കെ വരുന്ന ഒരു സമയമാണ് അല്ലേ. അതായത് വേനൽക്കാലത്ത് നമുക്കെല്ലാം സംഭവിക്കുന്ന മുഖത്ത് വേർക്കും. അതെ, വേർക്കുമ്പോൾ തൂവാലെടുത്ത് തുടയ്ക്കുക, അല്ലെങ്കിൽ ദുപ്പട്ടയെടുത്ത് തുടയ്ക്കുക. പിന്നെ ആൾക്കാരെ കൈവച്ച് പലയിടത്തും തൊടുന്നു. അതെ, പിന്നെ ഒരുപാട് പൊടിപടലങ്ങളുള്ള സമയമാണ്. കാരണം മഴ കഴിഞ്ഞു, റോഡിൽ മുഴുവൻ വളരെ ഡ്രൈ ഹീറ്റാണ്. അപ്പോൾ അതെല്ലാം കണ്ണിൽ പോകുമ്പോൾ അത് നമ്മളെ കണ്ണ് തീരുമാനം ഒരു പ്രവണതയാക്കും. അപ്പോൾ നിരന്തരം നമ്മൾ കൈ കൊണ്ടോ തൂവാലോ വെച്ചൊക്കെ കണ്ണ് തൊടുന്നത് കൊണ്ടും കഴുകുന്നത് കൊണ്ടും ചെങ്കണ്ണ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു സമയത്ത്. രണ്ടാമത് ഈ പൊടി അധികം കണ്ണിൽ പോകുന്നത് കൊണ്ട് കണ്ണ് അലർജി വരാൻ, കണ്ണിൽ ചുവപ്പ്, കരകരപ്പ്, തട്ടൽ, തിരുമാൻ തോന്നുന്നത്, ഇതൊക്കെ വളരെ കോമൺ ആണ് ഈ വേനൽക്കാലത്ത്. അപ്പോൾ ഈ രണ്ട് കാരണമാണ് പ്രധാനമായിട്ടും ആൾക്കാരെ അലട്ടുന്ന പ്രശ്നം. ഒന്ന് അലർജി, ചൊറിച്ചിൽ ഉണ്ടാകുക. രണ്ട് ചെങ്കണ്ണ് വരിക. പിന്നെ ഇപ്പം നമ്മളെല്ലാം ഇപ്പോൾ മൊബൈല്, കമ്പ്യൂട്ടർ എല്ലാം ഒരുപാട് കാണുന്നവരാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കണ്ണ് പെട്ടെന്ന് വരണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഓരോ ഇതിലേക്കും ആയിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് സംശയങ്ങൾ എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഈ നമ്മൾ വേനൽക്കാല നേത്ര പരിചരണമാണല്ലോ എടുത്തിരിക്കുന്ന ടോപ്പിക്ക്. നമ്മൾ ബേസിക് ആയിട്ട് ഒരു നേത്ര പരിചരണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരാൾ ഒരു നേത്രപരിചരണം നടത്തേണ്ടത്? അതിലെനിക്ക് ആഡ് ചെയ്തൊരു സംശയം ചോദിക്കാനുള്ളത്, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന സ്ത്രീകൾ വരെ വളരെ കോമൺ ആയിട്ട് ഇപ്പം കാജൽ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ നേത്രപരിചരണത്തിന്റെ ഭാഗമായിട്ടും അത് ഉപയോഗിക്കുന്നവരെ കണ്ണിനൊരു കുളിർമ എന്നൊക്കെ, അതിനെ കൂടെ ചേർത്തിട്ടൊരു ഉത്തരം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, നമുക്ക് രാവിലെ എണീക്കുന്നോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പലർക്കും കണ്ടൊരു പീള കാണും. ചെറിയൊരു പീള സ്വാഭാവികമാണ്. തണുത്ത വെള്ളം വെച്ച് കണ്ണ് കഴുകുക. പിന്നെ ചിലരൊക്കെ അത് കുറച്ച് അമിതമായി ചെയ്യണ്ട. നമ്മളെ ഷവറിൻ്റെ മുന്നിൽ കണ്ണ് രണ്ടും തുറന്നു വെച്ച് കണ്ണിലോട്ട് ഷവർ അടിച്ച് കണ്ണ് കഴുകുക, ധാരാധാരമായിട്ട് വെള്ളം ഒഴിച്ച് കണ്ണ് കഴുകുക, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് കഴുകിക്കൊണ്ടിരിക്കുക. അത് പക്ഷെ നല്ലതല്ല. കാരണം ദൈവമായിട്ട് നമ്മുടെ കണ്ണിനെ കണ്ണീരിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ജലാംശം, ഇലക്ട്രോലൈറ്റ്സ്, മ്യൂസിൻ, ലിപ്പിഡ്സ് എല്ലാം കൂടി ചേർന്ന്, നമ്മുടെ കണ്ണീര് വെറും കണ്ണീരാണെങ്കിലും അതിൻ്റെ അകത്ത് പല പല ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ റേഷ്യോ മാറിപ്പോകും. അപ്പോൾ ജലത്തിൽ വെറും ജലം മാത്രം, വാട്ടർ H2O മാത്രമാണുള്ളത്. പക്ഷേ കണ്ണീരിൻ്റെ അകത്ത് H2O വെള്ളം മാത്രമല്ല, കുറച്ച് എണ്ണമയമുണ്ട്, കുറച്ച് മ്യൂസിൻ എന്ന് നമ്മുടെ മൂക്കിൽ വരുന്ന ചെറിയൊരു മ്യൂസിൻ്റെ ഘടകമുണ്ട്, കുറച്ച് ഇലക്ട്രോലൈറ്റ്സും ഉണ്ട്. അപ്പോൾ നിരന്തരം കണ്ണ് കഴുകിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മാറിപ്പോകും. അതുകൊണ്ട് നിരന്തരം കണ്ണ് കഴുകുക. രാവിലെ എണീക്കുമ്പോൾ കണ്ണൊന്ന് കഴുകുക. പിന്നെ ഉച്ചയ്ക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് ലഞ്ച് കഴിച്ചിട്ട് വേണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ ഒരു നേരം കഴുകും. നിരന്തരം കഴുകരുത്. അത് ഫസ്റ്റ് പോയിന്റ്. പിന്നെ നമുക്ക് കണ്ണ് പരിരക്ഷിക്കാൻ നമുക്ക് നമ്മൾ പലരും ചെയ്യാത്തൊരു കാര്യമാണ്, വെയിലത്തോട്ട് പോകുമ്പോൾ നല്ലൊരു സൺഗ്ലാസ് വെക്കുക, അല്ലെങ്കിൽ ഒരു തൊപ്പി വെക്കുക. അപ്പോൾ ഇവിടെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ, തൊപ്പി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ കളിയാക്കാൻ തുടങ്ങും, അവനെൻ്റെ കൊച്ചു സായിപ്പാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ശരിക്കും വളരെ നമ്മുടെ നാട്ടിലാണത് കൂടുതൽ ആവശ്യം. പക്ഷേ സായിപ്പിൻ്റെ നാട്ടിലാണ് ആൾക്കാർ കൂളിംഗ് ഗ്ലാസും തൊപ്പിയും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് തീക്ഷ്ണമായ വെയിലുള്ളപ്പോൾ ബേസ്ബോൾ ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനൊരു ഷാഡോ വരുന്ന കണ്ണുകൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. കണ്ണട വെച്ച് കഴിയുമ്പോൾ തീക്ഷ്ണമായിട്ടുള്ള UV ലൈറ്റ് കണ്ണിലോട്ട് കടന്ന് കണ്ണിൻ്റെ അകത്ത് തിമിരം, അതുപോലെ ഏജിങ്ങിൻ്റെ ചേഞ്ചസ്, ഏജ് ലിമിറ്റ് മാക്യുലേഷൻ ഒക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് സൺഗ്ലാസ് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. തൊപ്പി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നിരന്തരം കണ്ണുകൾ കഴുകാതിരിക്കുക. പിന്നെ ഇപ്പോൾ നമ്മുടെ കാണുന്ന ഒരുപാട് പേര് ഇപ്പോൾ IT പ്രൊഫഷണൽസ് ആയിരിക്കും. ഇപ്പം ഞാനിപ്പം ഡോക്ടറാണ്, പക്ഷേ ഞാനും ഒരു പേഷ്യൻ്റ് നോക്കുന്നത് ഇപ്പം മൊത്തം കമ്പ്യൂട്ടറിൽ, ലാപ്ടോപ്പിലാണ്. ഡേറ്റ എൻ്റർ ചെയ്യുന്നത് ഞാൻ ലാപ്ടോപ്പിലാണ്. പേഷ്യൻ്റെ കണ്ണ് വരുമ്പോൾ സ്കാൻ ചെയ്ത് ഇമേജ് പട്ടൊക്കെ നമ്മൾ പേപ്പറിൽ നോക്കുമെങ്കിൽ ഇപ്പം ത്രിമാന 3D ആയിട്ടാണ് ഇമേജ് പലപ്പോഴും ഡോക്ടർ അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ നോക്കിയിട്ടാണ്
സ്കാൻ റിപ്പോർട്ട് ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന CT സ്കാൻ, നമ്മളൊരു പേപ്പർ ഇത് എക്സ്റേയിലാണ് നോക്കുന്നത്, പക്ഷേ ഡോക്ടർ നോക്കുന്നത് അതിൻ്റെ ആക്ച്വൽ ഇമേജ് 3D ആയിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുമ്പോൾ കുറേ കൂടി ഇൻഡെപ്ത് നോളജ് കിട്ടും. അപ്പം ഡോക്ടർ പേഷ്യൻറ്റിനെ നോക്കുന്നതും സ്കാൻ റിപ്പോർട്ട് വായിക്കുന്നതും അതുപോലെ ഡേറ്റ ഉണ്ട് എല്ലാം നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ. അപ്പോൾ ഞങ്ങൾക്കും ഇതൊക്കെ ബാധകമാണ്. അപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ എല്ലാ അരമണിക്കൂറും 1 മിനിറ്റെങ്കിലും കണ്ണിന് വിദൂരത്തിൽ നോക്കി റെസ്റ്റ് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നിരന്തരം നമ്മൾ AC റൂമിലിരുന്നാണ് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറോ ബാക്കി കള്ളോ നോക്കുന്നതെങ്കിൽ കണ്ണ് പെട്ടെന്ന് വരണ്ടു പോകാനുള്ള സാധ്യത. അപ്പോൾ അതിന് വളരെ സേഫായിട്ട് ടിയർ സപ്ലിമെൻറ്റ് ഡ്രോപ്സ് ഉണ്ട്. അപ്പോൾ അത് ഒരു തുള്ളി വെച്ച് 3-4 മണിക്കൂർ ഇടവിട്ട് ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് അല്ലാതെ ഇപ്പം ആയുർവേദത്തിലൊക്കെ നമുക്ക് ഇളനീർ കുഴമ്പ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പോൾ അതും നമ്മൾ ലൂബ്രിക്കൻ ഡ്രോപ്സിനുള്ള വ്യത്യാസം, ലൂബ്രിക്കൻ ഡ്രോപ്സിൻ്റെ അകത്ത് നമ്മളെ കണ്ണീരിനെ അനലൈസ് ചെയ്ത് അതിൻ്റെ അകത്ത് എത്ര ജലാംശമുണ്ട്, എത്ര പ്രോട്ടീൻസ് ഉണ്ട്, എത്ര ലിപ്പിഡ്സ് ഉണ്ട്, എത്ര ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, ഇത് നോക്കിയിട്ട് അതിനെ അനുസരിച്ചുണ്ടാക്കുന്നതാണ് ലൂബ്രിക്കൻ്റ് ഐ ഡ്രോപ്സ്. അപ്പം നമ്മുടെ കണ്ണീരിന് സമമാണ് ലൂബ്രിക്കൻ്റ് ഐ ഡ്രോപ്സ്. അപ്പോൾ 2 രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് പ്രിസർവേറ്റീവ് ഉള്ളതും പ്രിസർവേറ്റീവ് ഇല്ലാത്തത്. അപ്പോൾ പ്രിസർവേറ്റീവ് ഇല്ലാത്തതാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ കണ്ണിൻ്റെ കാര്യത്തിൽ നമ്മൾ ബേസിക് ആയിട്ട് നോക്കേണ്ടത്. അതെ ഡോക്ടർ, ഇപ്പം എനിക്ക് ഒരു സംശയമുള്ളത്, ഇപ്പം നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടനെ തന്നെ മുഖം കഴുകുക എന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞ കണ്ണ് കഴുകുന്നത് നല്ലൊരു ഹാബിറ്റാണ്. പക്ഷേ ഇത് കഴുകുന്ന സമയത്ത് തന്നെ പലരും ഇപ്പം ഫേസ് ലിക്വിഡ് സോപ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സോപ്പ് തന്നെ ഈ കണ്ണിന് ചുറ്റുമൊക്കെ ഇങ്ങനെ അത് എങ്ങനെയാണ്? കാരണം അത് കണ്ണിലേക്ക് പോകുമ്പം ചില സോപ്പ് അകത്തേക്ക് പോകുമ്പോൾ ഒരു ചെറിയ നല്ലൊരു ചോദ്യമാണ്, സാറിന് ആൾക്കാർ ചോദിക്കാത്തൊരു ചോദ്യമാണ്. അപ്പോൾ വളരെ റെലവൻ്റ് ആണ്. കാര്യം വെച്ചാൽ വളരെ റെലവൻ്റ് പറയാൻ കാര്യം, നമ്മളെ മുഖത്ത് സ്കിന്നിന് ഉപയോഗിക്കുന്ന ലേപനങ്ങൾ സോപ്പ് ഉൾപ്പെടെ കണ്ണിൽ പോയാൽ കണ്ണ് ചുമക്കും. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. കാര്യം അത് ഇറിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു സോപ്പ് കണ്ണിൽ വീണത് എന്തുകൊണ്ടാണ് കണ്ണ് ചുമക്കുന്നത്? കാര്യം അതിന് താങ്ങാൻ ഒക്കുന്നില്ല, ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ വരും. അതിൽ തന്നെ ഉത്തരവുണ്ട്. ഒരു കാരണവശാലും ഫേസ് ക്രീമോ മുഖം കഴുകുന്ന ക്രീമുകളോ ലേപനങ്ങളോ ഉപയോഗിച്ചോ കണ്ണിൻ്റെ പോള ക്ലീൻ ചെയ്യാൻ പാടില്ല. വളരെ സ്പെസിഫിക് ആയിട്ട് ലിഡ് ക്ലീൻ ചെയ്യാനുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ഈ ലിക്വിഡ്സും കണ്ണിന് സേഫായിട്ടുള്ള കെമിക്കൽസുമാണ്. സോപ്പ് പക്ഷേ കണ്ണിൽ പോകുന്നത് നല്ലതല്ല. അപ്പോൾ പീലി സാധാരണ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അപൂർവമായിട്ട് പറയാനുള്ള ചില പ്രാണികൾ അതിൻ്റെ അകത്ത് കണ്ണിൻ്റെ പീലിയിൽ വന്നിരുന്ന് ഡാമേജ് ഉണ്ടാക്കാറുണ്ട്. ഡെമോഡെക്സ് എന്നാണ് ആ ഒരു പെർട്ടിക്കുലർ ജീവിയുടെ പേര്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ നമ്മൾ ഗ്രീൻ ടീ ഓയിൽ അത് റെക്കമെൻഡഡ് ആണ്. പക്ഷേ ഇതില്ലാത്ത ആൾക്കാരും എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു വാട്സാപ്പ് ഫോർവേഡിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഇപ്പം ജെമിനയോ അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് ജിപിയിലോ ചോദിച്ചിട്ട് അത് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അത് നമ്മൾ ആ ഫോളിക്കിൾ നോക്കി അറ്റത്ത് ഈ ഒരണു ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിതൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഡോക്ടർ, ഒരു സംശയം കൂടി. ഇപ്പം ഈ കണ്ണിൻ്റെ ക്ലീനിങ്ങിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞാൽ, ഇപ്പോൾ സ്ത്രീകൾ വളരെ കോമൺ ആയിട്ട് മേക്കപ്പ് പ്രോഡക്ട്സ്, ഐ മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പം ഈ ഐ ലാഷസിൽ ഇപ്പം മസ്കാര റിമൂവ്, ഇതൊക്കെ നമ്മൾ സാധാരണ ഇപ്പോൾ ക്ലെൻസിങ് മിൽക്കോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലൊക്കെ ഇത് കണ്ണിൽ ഡോക്ടർ പറഞ്ഞ പോലെ പലപ്പോഴും ഇപ്പം നമുക്കടക്കം ഒരു ഇറിറ്റേഷൻ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ വരുന്നുണ്ട്. അത് വളരെ അൺസേഫ് ആണെന്ന് അറിയാം. പക്ഷേ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പലർക്കും ഒരു അവയർനെസ് ഇല്ല. നമുക്കിപ്പം ചെയ്യാൻ ഒക്കുന്നത് ഒന്ന് നമ്മളെ ഐലിഡ് ഷാഡോ. അപ്പോൾ അത് നമ്മളെ ലിഡ്സിൽ മാത്രമല്ല പോളിലോട്ട് വരുന്നില്ല. അപ്പോൾ അത് ക്ലീൻ നമുക്ക് സാധാരണ തൊലി ക്ലീൻ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഒരു കാര്യം, നമ്മുടെ കണ്ണിൻ്റെ 4 തൊലിയും ബാക്കിയുള്ള തൊലിയും നമ്മളെ വ്യത്യാസം, കണ്ണ് 4 തൊലി വളരെ നേർന്നതാണ്. അപ്പോൾ പലരും ചോദിക്കാത്തൊരു ചോദ്യമാണ്, കണ്ട താഴെ മാത്രം കറുത്ത സർക്കിൾസ് വരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ വരുന്നത്? അതിനെന്തെങ്കിലും ലേപനങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം അത് വരാനുള്ള കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് കിടക്കാം. കണ്ട താഴെയുള്ള ഡാർക്ക് സർക്കിൾസ്, ഏറ്റവും നേർന്ന തൊലി കണ്ട താഴെയാണ്. അതുകൊണ്ട് നമുക്ക് മാനസിക സംഘർഷം, സ്ട്രെസ്, സ്ട്രെയിന്, അനീമിയ, കിഡ്നി ഡാമേജ് ഒക്കെ ഉള്ളപ്പം സ്ട്രെസ്സിൻ്റെ അകത്തുള്ള മെലാനിൻ ഡെപ്പോസിഷൻ വരുന്ന അവിടെയാണ്. അതുകൊണ്ടാണ് കണ്ട താഴെ മാത്രമായിട്ട് ഈ ബ്ലാക്ക് വരുന്നത്. അത് പ്രത്യേകിച്ച് വെയിലും കൂടി അടിക്കുകയാണെങ്കിൽ. അപ്പോൾ അതാണ് അതിനുള്ള കാരണം. അപ്പോൾ നമ്മൾ പലപ്പോഴും അതിനുള്ള സൊല്യൂഷൻ പറയുമ്പോൾ ആ ലക്ഷണത്തിന് മാത്രമാണ് ട്രീറ്റ്. ഒന്ന്, നമ്മൾ ആവശ്യത്തിന് ഉറങ്ങുക, അതുപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, BP ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ കൺട്രോൾ ആക്കുക, അതിൻ്റെ അനീമിയ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. അപ്പം ചോദ്യത്തിലോട്ട് വരികയാണെങ്കിൽ നമുക്കത് സേഫായിട്ട് ബാക്കിയെല്ലാം ക്ലീൻ ചെയ്യാം. പിന്നെ ഈ പീലി ക്ലീൻ ചെയ്യുന്നതാണ്, അത് നമ്മൾ തുടച്ചെടുക്കുക. കണ്ണിൻ്റെ അകത്തോട് ഒരു രീതിയിലും കെമിക്കൽ പോകാതെ സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. പിന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയുടെ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ വിഷയം വരുന്നത് പലപ്പോഴും എൻ്റെ മക്കൾ ഉൾപ്പെടെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ
ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സിനെ ഇൻഫ്ലുവൻസേഴ്സിനെ ഫോളോ ചെയ്ത് മോശമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്കൊന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. കാരണം മെഡിക്കൽ അഡ്വൈസ് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൂടെ കൊടുക്കുമ്പോൾ ഇതിനെന്തൊരു ഓത്തസിറ്റിയോ ഒരു കോംപ്ലിക്കേഷൻ വന്നാലോ പറയാൻ ഒക്കുന്നില്ല. ഇവിടെ ഈയിടയ്ക്ക് എല്ലാ പത്രത്തിലും റിപ്പോർട്ട് വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ വൈഫ് ഇവിടെ സപ്ലിമെൻറ്റ്സ് വാങ്ങിച്ചിട്ട് കിഡ്നി ഡാമേജ് വന്ന് ഓൾമോസ്റ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് വക്കിൽ വരെ എത്തി. അപ്പോൾ നമ്മളൊരു മോഡേൺ മെഡിസിൻ നമ്മളൊരു മരുന്ന് എഴുതുമ്പോൾ ആദ്യം ഈ മരുന്ന് കണ്ടുപിടിക്കുകയും അത് മൃഗങ്ങളിൽ പരീക്ഷിക്കുകയും കുറച്ചധികം മൃഗങ്ങൾ പരീക്ഷിച്ച ശേഷം സെലക്ട് ആയിട്ടുള്ള കുറച്ച് പേരിൽ പരീക്ഷിക്കുകയും അവർക്ക് പ്രോബ്ലം ഇല്ലാന്ന് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ മെഡിക്കൽ ഫീൽഡിലോട്ട് നമ്മൾ മരുന്നായിട്ട് എഴുതുന്നത്. അപ്പം സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് അറിയാനായിട്ട് ഒക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചധികം പേർക്ക് മാത്രം കൊടുത്ത സൈഡ് എഫക്റ്റ് വരുന്നതെങ്കിൽ നമ്മൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് അറിയാൻ സാധിക്കും. പക്ഷേ ഒരു കോസ്മെറ്റിക്കിന് ഇങ്ങനത്തെ ഉള്ള ഒരു മാനദണ്ഡങ്ങളും ഇല്ല. അപ്പോൾ 1000 പേർക്ക് ഉപയോഗിക്കുമ്പോൾ 100 പേർക്ക് പോലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ആൾക്കാർ റിവ്യൂ ഇടുന്നതോ അങ്ങനെ അറിയുന്നതല്ലാതെ ചിലപ്പോൾ പറഞ്ഞു വെളുക്കാൻ തേച്ചത് പാണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പാണ്ട് വന്നാൽ വെളി പറയണമെന്നില്ല. കാരണം എൻ്റെ മുഖത്ത് പാണ്ട ഉണ്ടെന്ന് പറയാൻ ആൾക്കാർക്ക് താല്പര്യം കാണും. അപ്പം നെഗറ്റീവ് റിവ്യൂ ഇട്ടാൽ എൻ്റെ പുറത്തേക്ക് പ്രശ്നം പറ്റുമെന്നല്ലേ അറിയിക്കേണ്ടത് പുതിയ. അപ്പോൾ അങ്ങനെ പലപ്പോഴും അത് അറിയപ്പെടാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കെമിക്കൽസ് അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് തിരഞ്ഞെടുക്കുമ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു നല്ലതാണെങ്കിൽ ലോകത്ത് എല്ലാവർക്കും പെട്ടെന്ന് അറിയാനൊക്കെ. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ ഇന്ന സാധനം കൊള്ളാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കരുത്. പ്രത്യേകിച്ച് കണ്ണിൻ്റെ 4 ചുറ്റും. അപ്പോൾ ഞാൻ ഭാഗത്തുള്ള ദേഹത്തിടുന്ന ഇതോ കോസ്മെറ്റിക്കോ അങ്ങനത്തെ ഒന്നും ഞാൻ പറയില്ല. പക്ഷെ കണ്ണിൻ്റെ ലിഡ് കാരണം കണ്ട പോളയും കണ്ടകത്തുള്ള കണ്ണിനെയും വളരെ ചേർന്നിരിക്കുന്നതാണ്. അതിൽ ഒരിക്കലൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ സ്കാർ ടിഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലിയർ ആക്കി എടുക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. കണ്ണിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം. ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ഇതാരാണ്? എവിടുന്ന് വിളിക്കുന്നു? ഓക്കെ മഹിമ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഈ ഒരു സീസണിലെ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വേനൽക്കാല നേത്ര പരിചരണമാണ്. നമുക്കൊപ്പം ഡോക്ടർ ദിവൻ പ്രഭാകർ ആണ് ഉള്ളത്. ദിവ്യപ്രഭ ഐ ഹോസ്പിറ്റലിന്റെ വൈസ് ചെയർമാൻ ആണ്. സംസാരിക്കാം. കുറച്ച് മാറി ചോദിച്ചാലും കുഴപ്പമില്ല. ഗുഡ് ആഫ്റ്റർനൂൺ പ്രതിഭ. ഓക്കെ സർ, ഞാനൊരു IT പ്രൊഫഷണൽ ആണ്. അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്ന ആളാണ്. ആന്റി ഗ്ലെയർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഈ സിസ്റ്റം യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കണ്ണിന്റെ ഭയങ്കര ഒരു മങ്ങലാണ്. അപ്പം കണ്ണ് ഞാൻ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മുൻപൊന്നും എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറച്ച് കാലം പബ്ലിക്കായിട്ട് പ്രായം പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പറയാമോ? ഇല്ല, എനിക്ക് 28 വയസ്സാണ്. അപ്പൊ പിന്നെ ധൈര്യമായിട്ട് പറയാം. ഞാൻ ചോദിക്കാൻ കാര്യം 38-40 വയസ്സായി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. നമുക്ക് വെള്ളെഴുത്തിൻ്റെ പ്രായമായതുകൊണ്ട്. അപ്പം പ്രതിഭയ്ക്ക് മിക്കവാറും കാണാൻ സാധ്യതയുള്ളത് ഹൈപ്പർ മെട്രോപ്പിയാണ്, ലോങ് സൈറ്റ്. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞപ്പോ? അപ്പൊ പറഞ്ഞു കണ്ണ് ഡ്രൈ ആകുന്നതാണ്. അപ്പോൾ എനിക്ക് അവിടുന്ന് ഡ്രോപ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ ചോദിച്ചത്, കണ്ണ് നമ്മൾ ഡയലേറ്റ് ചെയ്ത് നോക്കിയായിരുന്നോ? കണ്ണ് തുള്ളിമരുന്ന് വെച്ച് കൃഷ്ണമണി വികസിപ്പിച്ച് കണ്ട പവർ നോക്കിയായിരുന്നു? അങ്ങനെ നോക്കിയില്ല. 1 മണിക്കൂർ അല്ല 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് മരുന്ന് വെച്ച് ചെക്ക് ചെയ്തായിരുന്നോ? ഇല്ല. അപ്പൊ ആ ടെസ്റ്റും കൂടെ നമുക്കൊന്ന് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ സാറിന് ഫസ്റ്റ് വിസിറ്റിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലോ മരുന്ന് വെച്ചാൽ ഒരു ദിവസത്തേക്ക് മങ്ങൽ കാണും. അപ്പം ഞാൻ ബാക്കിയും കൂടെ പറയാം. നമ്മളെ കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിച്ചാൽ കണ്ണിൻ്റെ അകത്തുള്ള സിലിയറി മസിൽ എന്നുള്ള മസിലിനെ നമ്മൾ റിലാക്സ് ചെയ്ത് കഴിയുമ്പോൾ കണ്ണിൻ്റെ അകത്തുള്ള യഥാർത്ഥ പവർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പ്ലസ് പവർ ആണെങ്കിൽ നമ്മൾ കണ്ടെത്തുന്ന സിലിയറി മസിൽ അത് ഓവർകം ചെയ്യാൻ ഒക്കുന്നത് കൊണ്ട് നമ്മൾ ഡയലേറ്റ് ചെയ്യാതെ നമുക്ക് ഈ പവർ കണ്ടുപിടിക്കാൻ ഒക്കില്ല. അപ്പം നമ്മൾ ഒന്ന് ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ കണ്ണ് ഡയലേറ്റ് ചെയ്ത് ഹൈപ്പർ മെട്രോപ്പി ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഹൈപ്പർ മെട്രോപ്പി ഉണ്ടെങ്കിൽ നമുക്കുള്ള കണ്ണാടി കുറിച്ച് തരാം. ഒന്ന്. രണ്ടാമത്തേത് നമ്മൾ നിരന്തരം കമ്പ്യൂട്ടർ, ഇപ്പം എൻ്റെ ഹോസ്പിറ്റലിൽ വന്നെങ്കിൽ കണ്ടാണ് ഞാനും എപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നത്. കാരണം റിപ്പോർട്ട്സ് എല്ലാം അതിൽ കമ്പ്യൂട്ടറിൽ കൂടെ തന്നെ. അപ്പം നമ്മൾ എല്ലായിടത്തും ഉള്ളത് നമ്മൾ ഹൈ സ്പീഡ് നെറ്റ്വർക്കും എല്ലാം ചെയ്ത് എല്ലാ കമ്പ്യൂട്ടേഴ്സും എല്ലാ OP റൂംസും എല്ലാം ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പം നമുക്ക് ചെയ്യാൻ ഒക്കുന്നത് എല്ലാ അരമണിക്കൂറും മിനിമം ഒരു 30 സെക്കൻഡെങ്കിലും കണ്ണടച്ച് കണ്ണിന് റെസ്റ്റ് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ജനലുണ്ടെങ്കിൽ ജനലിൽ കൂടെ വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റിലോട്ട് വേണം നോക്കാൻ, നമ്മൾ കണ്ണിനൊരു റെസ്റ്റ് കിട്ടും. അപ്പം നിരന്തരം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ടാത്തുള്ള സിലിയറി മസിൽ കോച്ചി പിടിച്ചിട്ട് കണ്ടാത്ത സ്ട്രെയിൻ വരാൻ സാധ്യത. അപ്പോൾ എല്ലാ അരമണിക്കൂറും 1 മിനിറ്റെങ്കിലും കണ്ണിന് വിശ്രമം കൊടുക്കുക. 1. 2, നമ്മൾ ഈ ലൂബ്രിക്കൻ്റ് ഐ ഡ്രോപ്സ് നമുക്ക് 3 തൊട്ട് 4 6 നേരം വരെ കൊഴിക്കുന്നതിന് ഒരു ദോഷവും ഇല്ല.
പിന്നെ നമ്മൾ IT പ്രൊഫഷണൽസും ബാക്കി എല്ലാവരും തന്നെ പൊതുവേ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുന്ന കുറച്ച് കുറവായത് കൊണ്ട് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 60,000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് വൈറ്റമിൻ D3 ആഴ്ചയിൽ ഒരിക്കൽ വെച്ചൊരു 4 ആഴ്ച കഴിച്ചിട്ട് പിന്നെ മന്ത്ലി വൺസ് കഴിക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ സീറം വൈറ്റമിൻ D3 ലെവൽസ് നോക്കിയിട്ട് ഒരു 40 മുകളിലാണെന്നുള്ള ഉറപ്പ് വരുത്താം. 40+ നമ്മൾ എത്രത്തോളം കൂടിയിരിക്കും അത്രത്തോളം 100ൻ്റെ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പാടില്ല. ഒരു 40 to 60 റേഞ്ച് ആയിരിക്കും ഐഡിയൽ ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ omega-3 ഫാറ്റി ആസിഡ് കഴിക്കുന്നത് നല്ല. അപ്പോൾ പ്രതിഭ ഇനി ചെയ്യാനായിട്ടുള്ള നെക്സ്റ്റ് ടൈം ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ കണ്ണ് ഡയലിറ്റ് നമ്മൾ ഹൈപ്പർമെട്രോപ്പിയൊക്കെ നോക്കും. പിന്നെ നേരത്തെ വെച്ച ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ഒരു കോമൺ പ്രോബ്ലം, അതും കൂടി ഞാൻ പറയാം. നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ കണ്ണിലോട്ട് ഈ സ്ക്രീനിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മുടെ കണ്ണടകൾ ഉണ്ടെങ്കിൽ അത് കണ്ണാടിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ കണ്ണട വെക്കുന്ന വ്യക്തികൾ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റ് കാണും. പക്ഷേ കണ്ണട ഇല്ലാത്തൊരു വ്യക്തി, കണ്ണട ഉപയോഗിക്കാത്തൊരു വ്യക്തിക്ക് കണ്ണട വെക്കേണ്ട ആവശ്യം വരുന്നില്ല. കണ്ണട വെച്ചാൽ നമ്മൾ കണ്ണിൽ കാറ്റടിക്കുമ്പോൾ നേരെ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ഫാനോ ഒരു AC-യുടെ വെൻറ്റോ ഉണ്ട്, അതിൻ്റെ കാറ്റടിച്ച് കണ്ണ് ഡ്രൈ ചെയ്യുമെന്നുള്ള അഡ്വാൻറ്റേജ് അല്ലാതെ കണ്ണടകൾ വെക്കുന്നതുകൊണ്ട്, കണ്ണാടി ആവശ്യമില്ലാത്തൊരു വ്യക്തി കണ്ണടകൾ വെക്കുന്നതുകൊണ്ട് കമ്പ്യൂട്ടർ യൂസ് ആഡഡ് ആയിട്ട് ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കണ്ണട പ്രതിഭയ്ക്ക് ആവശ്യമില്ലെങ്കിൽ കണ്ണടകൾ വെക്കണ്ട. കണ്ണടകൾ ആവശ്യം ഉണ്ടെങ്കിൽ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ്ങുള്ള കണ്ണടകളായിരിക്കും ബെറ്റർ. താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഇപ്പം ഈ പ്രതിഭ ചോദിച്ചതിൽ നിന്ന് തന്നെ ഒരു സംശയം ഞാൻ ചോദിക്കുന്നത്, അതായത് ഈ ലോങ് അവേഴ്സ് ഇപ്പം സ്ക്രീൻ മൊബൈൽ ഇപ്പം നമ്മുടെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, പണ്ടൊക്കെ നമ്മൾ IT പ്രൊഫഷണൽ പറയും, അത് വീട്ടമ്മമാരും മൊബൈലിലായിരിക്കാം ചിലപ്പോൾ സീരിയൽ കാണുന്നത്. ഈ പ്രോഗ്രാം കാണുന്നതും പലരും സീരിയലിലായിരിക്കും. അതെ 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 സർ. അപ്പം ഈ സ്ക്രീൻ ഇങ്ങനെ കൂടുതൽ ഒരു സ്ക്രീൻ കൊണ്ടുള്ള സ്ട്രെയിൻ കണ്ണിന് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്? എത്ര മണിക്കൂർ വരെ ഒരു നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ പണ്ടൊക്കെ വലിയ സ്ക്രീനിൽ TV-യിൽ എല്ലാവരും കൂടി ഇരുന്നാൽ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ വലിയ TV സ്ക്രീനിൽ എല്ലാവരുടെയും സ്വകാര്യമായിട്ടുള്ള മൊബൈലിലോട്ട് മാറി. ഇപ്പോൾ എല്ലാവരും സ്വന്തം മൊബൈലിൽ ഇരുന്ന് ചിലപ്പോൾ ഈ TV ഷോ പോലും ഒരുപാട് പേര് കാണുന്ന മൊബൈലിലാണ്. അപ്പം അതിന് പ്രോബ്ലം വരുന്നത് മൊബൈൽ വളരെ അടുത്താണ് നമ്മൾ പിടിക്കുന്നത്. അപ്പം നമ്മുടെ കണ്ണ് അക്കോമഡേറ്റ് നിയർ വിഷന് വേണ്ടിയിട്ട് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നു. കാരണം നമ്മൾ ദൂരെ ഇരിക്കുന്ന TV നമ്മളിങ്ങനെ ലാഘവത്തിൽ ഇരിക്കുമ്പോൾ കണ്ടാത്തുള്ള മസിൽസൊക്കെ റിലാക്സ്, നമ്മുടെ ബോഡി റിലാക്സ് നമ്മൾ നോക്കുന്നു. നമ്മളിങ്ങനെ മൊബൈൽ നമ്മൾ നോക്കുമ്പോൾ കണ്ണിൻ്റെ അകത്തുള്ള മസിൽ ഉൾപ്പെടെ മുഖത്തുള്ള മസിൽസ് ഉൾപ്പെടെ എല്ലാം കുറച്ചൊന്ന് ചുരുങ്ങുന്നു ഈ ഫോക്കസ് കിട്ടാൻ. അത് തന്നെ സ്ട്രെയിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ നിർബന്ധമായിട്ടും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മൊബൈൽ മാറ്റി വെക്കാം. 2 മണിക്കൂർ സിനിമ ഒരുമിച്ച് കാണരുത് എന്നാണ് ബേസിക് ആയിട്ട്. ഡെഫിനറ്റ്ലി 2 മണിക്കൂർ സിനിമ തിയേറ്ററിൽ നിന്ന് കാണാം. കാരണം തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇരുന്ന് കണ്ണ് ഡിസ്റ്റൻസിലോട്ടാണ് ഫോക്കസ്ഡ്. ഈവൻ TV ആണെങ്കിൽ പോലും നമുക്ക് ഡിസ്റ്റൻസിലോട്ടാണ് ഫോക്കസ്ഡ്. പക്ഷേ മൊബൈലോ നമ്മുടെ സ്ക്രീനോ ഐപാഡോ ലാപ്ടോപ്പോ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസിലാണ് വരുന്നത്. ഇപ്പോൾ ആ ഡിസ്റ്റൻസ് അല്ലേ ഡോക്ടർ, വളരെ ക്ലോസ് ആയിട്ട് വെച്ചാൽ. അപ്പോൾ ഇപ്പം നമ്മൾ പണ്ട് കണ്ണുകൾ നമ്മൾ കുറിക്കുമ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിസ്റ്റൻസാണ് നിയർ വിഷൻ കൊടുത്തിരുന്നത്. ഇപ്പം അത് മാറി. ഇപ്പം ഇങ്ങനെ കൊടുത്ത എല്ലാവരും ദേഷ്യപ്പെടും. കാരണം എല്ലാവരും ഇങ്ങനെ ആ ഒരു മൊബൈലിലേ വായനയുള്ളൂ. ഇപ്പം പത്രം വരുത്തുന്ന ആൾക്കാർ കുറവാണ്. ഇപ്പം എന്തെങ്കിലും ലെറ്റർ എഴുതുന്നത് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എല്ലാം മൊബൈൽ തന്നെയാണ്. ഇപ്പം ലെറ്റേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് പോലും ഇപ്പം നമ്മൾ ChatGPT എടുത്ത് ഞാൻ ഇന്ന് AC-യിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് തരും. അപ്പോൾ ആ ഒരു രീതിയിൽ മാറിയപ്പോൾ എല്ലാം മാറി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോൺഷ്യസ് ആയിട്ടിരുന്നാലേ കാര്യങ്ങൾ സ്ട്രെയിൻ കുറയ്ക്കാൻ ഒക്കുള്ളൂ. അപ്പോൾ എല്ലാ അരമണിക്കൂറും നിർബന്ധമായിട്ടൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ ഇതിൻ്റെ അകത്ത് തന്നെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാം. ടേക്ക് എ ബ്രേക്ക് അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക്. ഞാൻ ഇപ്പം പലപ്പോഴും പറ്റും നമ്മൾ മൊബൈൽ യൂട്യൂബ് നോക്കിയിട്ട് രാത്രി ലേറ്റ് ആകുന്നില്ല അറിയത്തില്ല. അപ്പോൾ എൻ്റെ മൊബൈൽ രാത്രി 10:30 ആകുമ്പോൾ സ്ക്രീൻ ഗ്രേ ഔട്ട് ആക്കാൻ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉറങ്ങണമല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ രാത്രി. ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെടണം, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, കെയറിംഗ് ഹാൻഡ്സ്, ആരാണ്? ഞാൻ പാലക്കാട് നിന്ന് കുമാരനാണ് സംസാരിക്കുന്നത്. ഓക്കെ. ഇന്നത്തെ വിഷയം വേനൽക്കാല നേത്രപരിചരണമാണ്. എന്നാലും എന്ത് സംശയം ഉണ്ടെങ്കിലും ഡോക്ടറോട് ചോദിക്കാവുന്നതാണ് നേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. ഡോക്ടർ, പാലക്കാടിലെ ഏറ്റവും ചൂടുള്ള സ്ഥലം കേരളത്തില്. നമുക്കൊപ്പം ഡോക്ടർ ദേവൻ പ്രഭാകറാണുള്ളത്, സംസാരിക്കാം. ചോദിച്ചോളൂ സാർ. ചോദ്യം ചോദിച്ചോളൂ. ഡോക്ടറെ, ഞാൻ പാലക്കാട് നിന്ന് കുമാരനാ സംസാരിക്കുന്നത്. അതെ, എനിക്ക് 69 വയസ്സായി. ശരി. എനിക്ക് കണ്ണിന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ടെസ്റ്റ് ചെയ്തപ്പോഴേ എനിക്ക് ഒരു കണ്ണില് വന്നിട്ട് കുറച്ച് ഒരു സൈഡില് മറ്റേ മങ്ങലുമാരി സൈഡ് ബ്ലാക്ക് എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോ
എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. മറ്റേ ലെഫ്റ്റ് കണ്ണിന് കുഴപ്പമില്ല, റൈറ്റ് കണ്ണിന് കുറച്ച് ശബ്ദം കമ്മിക്കും. റൈറ്റ് കണ്ണിനാണ് ഈ പ്രശ്നം വന്നത്. അതെ. അപ്പോ ഞാന് കേൾക്കുന്നില്ല, കുറച്ച് എനിക്ക് കേൾക്കാം സാറേ, പറഞ്ഞോളൂ, എനിക്ക് നല്ലോണം കേൾക്കാം. ഓക്കെ. അപ്പൊ റൈറ്റ് കണ്ണിനാണ് ഡോക്ടറെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ആർമി എക്സ് സർവീസ്മാൻ ആണ്. ശരി. അപ്പോ കോയമ്പത്തൂരുള്ള അരവിന്ദ ഹോസ്പിറ്റലിലേക്ക് പോവാൻ പറഞ്ഞു. അതെ. അവിടെ പോയി ഞാൻ വന്നിട്ട് കാണിച്ചു, പ്രഷർ ചെക്ക് ചെയ്തു, എല്ലാം കഴിഞ്ഞ് അവര് പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ അടിക്കേണ്ടതായിട്ട് വരുന്നു പറഞ്ഞു. അതെ. അപ്പൊ കണ്ണില് ഫസ്റ്റ് ഇഞ്ചക്ഷൻ അടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1 month കഴിഞ്ഞ് എഗൈൻ രണ്ടാമത് കൂടെ ഒരു ഇഞ്ചക്ഷൻ അടിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ടപ്പോ എനിക്ക് വലിയ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ മരുന്ന് ഒഴിക്കാൻ ഇപ്പൊ 3 months ആവാൻ പോകുന്നു. മരുന്ന് കണ്ടിന്യൂ ഒരു 1.5 month ഒഴിച്ചു, പോയി കാണിച്ചു, സ്കാനിങ് എടുത്തു, ചെക്ക് ചെയ്തു. അതേമാതിരി ഇപ്പൊ രണ്ടാമത് പോയപ്പോഴ് പറഞ്ഞോളൂ സാർ, രണ്ടാമത് പോയപ്പോ വന്നിട്ട് ഒരു 1.5 month കൂടെ മെഡിസിൻ കണ്ണിൽ ഒറ്റിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് വലിയ വ്യത്യാസമായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പൊ എന്താണ് ഇതിന്റെ ഇതിൻ്റെ അകത്തുള്ളത്? നമുക്ക് കണ്ണിലെ പെട്ടെന്ന് വരുന്ന മങ്ങൽ ഇദ്ദേഹം ചെയ്തതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നേത്രോ വിദഗ്ധനെ കാണിക്കണം. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. കണ്ണിൻ്റെ അകത്തോട്ടുള്ള രക്തസ്രാവം ആണെങ്കിൽ അത് വറ്റി വരുമ്പോൾ കാഴ്ചയ്ക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. കണ്ണിൻ്റെ അകത്ത് ഞരമ്പുകൾ വിട്ടുവന്ന റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ സർജറി ചെയ്താൽ അത് കാഴ്ച തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. മൂന്നാമത് കണ്ണിൻ്റെ അകത്ത് രക്തക്കൊഴൽ പൊട്ടിയിട്ടോ അല്ലെങ്കിൽ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടോ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എക്കോ വരുന്നുണ്ടോ എന്നല്ലേ ഡോക്ടർ അവിടുത്തെ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ, കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് നമ്മളെ കണ്ണിൻ്റെ അകത്ത് പണ്ട് ഞരമ്പിന് പൊട്ടൽ വന്നു കഴിഞ്ഞാലോ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് കാഴ്ചയ്ക്ക് മങ്ങൽ വന്നാലോ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണ്. ചികിത്സ എന്ന് പറഞ്ഞാൽ കണ്ട് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് കണ്ണിൽ നീരുണ്ടെങ്കിൽ കണ്ടാത്തുള്ള ഇഞ്ചക്ഷനാണ്. അപ്പോൾ പലർക്കുള്ളൊരു ബുദ്ധിമുട്ട്, നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ഡ്രമാറ്റിക് ആയിട്ടുള്ള കാഴ്ചയ്ക്ക് വ്യത്യാസം വരാൻ സാധ്യത ചിലർക്ക് കുറവാണ്. അപ്പം പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഉള്ള കാഴ്ച നിലനിർത്താനും ആ കാഴ്ച കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും അതിനേക്കാളും പ്രധാനം കാഴ്ച ഉള്ള കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാതിരിക്കാനുമാണ്. അതുകൊണ്ട് കാഴ്ച ഒരുപാട് കൂടുന്നില്ല എന്നുള്ള വിഷമത്താൽ ഐ ചെക്കപ്പും ട്രീറ്റ്മെൻറ്റും നിർത്തിക്കളയരുത്. കാര്യം കാഴ്ച ഉള്ള കണ്ണിൽ നമ്മൾ കാഴ്ച നിലനിർത്തണം. കണ്ണിൻ്റെ ഇഞ്ചക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ചില ഇഞ്ചക്ഷനുകൾ നമ്മൾ മാസാമാസവും ചിലത് 3 മാസത്തിലൊരിക്കലും നമ്മൾ വെക്കേണ്ട ആവശ്യം ഉണ്ട്. അപ്പോൾ പണ്ടാണെങ്കിൽ ഈ ഒരു അസുഖം വന്നാൽ പിന്നെ കാഴ്ച നഷ്ടപ്പെട്ട് നമ്മൾ വീട്ടിൽ ഇരിക്കാനുള്ള മാർഗ്ഗം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഈ ഇഞ്ചക്ഷൻ കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കാഴ്ച വീണ്ടെടുക്കാനും രക്ഷപ്പെടുത്താനും കാഴ്ച ഉള്ള കണ്ണിൽ നിലനിർത്താനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ECHS സ്കീമിൽ CGHS സ്കീമിലും ഒക്കെ തന്നെ ഈ ഇഞ്ചക്ഷൻ ഗവൺമെൻറ് നമുക്ക് തരുന്നുണ്ട്. അപ്പം കഴിയുന്നൊരു ചിലവ് വരില്ല. അല്ലെങ്കിൽ നമുക്ക് കുറച്ചധികം ഭീമമായ ചിലവ് 10,000 തൊട്ട് 70,000 80,000 രൂപ ഒരു ഇഞ്ചക്ഷൻ വരുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. പക്ഷേ നമ്മുടെ ഹോസ്പിറ്റലും ECHS CGHS എല്ലാം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആധികാരികമായിട്ട് പറയാം, ഇത് നമുക്ക് എത്ര ഇഞ്ചക്ഷൻ വേണമെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിൽ 100-ൽ കൂടുതൽ ഇഞ്ചക്ഷൻ വെച്ച പേഷ്യൻസ് ഉണ്ട്, 50-ൽ കൂടുതൽ വെച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇദ്ദേഹത്തിന് ECHS ഉള്ളത് കൊണ്ട് സാമ്പത്തിക ഒരു ബാധ്യത വരുന്നില്ല എന്നൊരു സമാധാനം ഉണ്ട്. പക്ഷേ നമ്മൾ വെച്ചില്ലെങ്കിൽ ഉള്ള കാഴ്ച മങ്ങൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലും. മറ്റേ കണ്ണിൽ ഇതേ പ്രശ്നം വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഒട്ടും നിരാശപ്പെടാതെ കറക്റ്റായിട്ട് ഡോക്ടർമാർ പറയുന്നത് പോലെ തന്നെ എല്ലാ മാസവും കണ്ണൊന്ന് സ്കാൻ ചെയ്ത് കണ്ട നീര് കുറഞ്ഞിട്ടില്ലെങ്കിൽ നീര് കുറയുന്നത് വരെ കണ്ണിൽ ഇഞ്ചക്ഷൻ ചെയ്യണം. ചിലർക്ക് 3-4 ഇഞ്ചക്ഷൻ കഴിയുമ്പോൾ അതങ്ങ് മാറും. പക്ഷേ 100-ൽ കൂടുതൽ ഇഞ്ചക്ഷൻ വെച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. ഒരു രീതിയിലും നിരാശപ്പെടരുത്. കാര്യം ഇത് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കിത് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ ഒക്കില്ലായിരുന്നു, അന്ധത തന്നെയായിരുന്നു മാർഗം. ഇദ്ദേഹത്തിന് കൂടുതൽ കാഴ്ച കുറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ നല്ലൊരു ലക്ഷണമാണ്. ക്രമേണ കുറച്ചുകൂടെ കൂടി വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മറ്റേ കണ്ണ് വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഡോക്ടർ, അടുത്തൊരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. ഹലോ 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 ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ പന്തളത്തോട് വിളിക്കാം, ശാന്തമ്മയാണ് വിളിക്കുന്നത്. ഓക്കെ, വേനൽക്കാല നേത്ര പരിചരണത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡോക്ടർ ദേവിൻ പ്രഭാകർ ഉണ്ട്, ദിവ്യപ്രഭ ഹോസ്പിറ്റലിലെ വൈസ് ചെയർമാനാണ്. സംസാരിക്കാം. സൗണ്ട് കൂട്ടി വെച്ച് അമ്മ ചോദിച്ചോളൂ. അമ്മ എനിക്ക് നല്ലോണം കേൾക്കാം. അമ്മ സൗണ്ട് കേട്ടി വെച്ചാൽ ചിലപ്പോൾ എക്കോ കയറി വരും. അമ്മ ചോദ്യം ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോ ശാന്തമ്മ. ചോദിച്ചോളൂ. എന്റെ കണ്ണ് 2 കണ്ണും
തിമിരത്തിന്റെ ഓപ്പറേഷൻ ചെയ്തതായിരുന്നു. ശരി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പം 2020 അതിന്റെ ഓർമ്മ. ശരി. പിന്നെ ഇപ്പൊ എനിക്ക് 2 കണ്ണിലും ലെൻസ് വെച്ചിട്ടുണ്ട്. കുറെ 2-3 ആഴ്ച മുമ്പ് എനിക്ക് തോന്നി വലത് കണ്ണിന് എനിക്കൊരു കണ്ണിന് ഒരു മങ്ങല് പോലെ. അപ്പൊ ഇടത് കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് ഞാൻ വലത് കണ്ണിലേക്ക് നോക്കിയപ്പോ വലത് കണ്ണിന് എനിക്ക് നല്ല മങ്ങലുണ്ട്, ഇടത് കണ്ണിന് നല്ല കാഴ്ചയുണ്ട്. അപ്പൊ ഡോക്ടറെ കണ്ട് എന്നെ ഓപ്പറേഷൻ ചെയ്ത ആശുപത്രിയിലെ അവിടെ പോയി ഞാൻ ഈ വിവരം എല്ലാം പറഞ്ഞു. അപ്പൊ അവര് സ്കാൻ ചെയ്തൊക്കെ നോക്കിയിട്ട് പറഞ്ഞു എന്റെ കണ്ണിന്റെ ഞരമ്പിന് വലത് കണ്ണിന്റെ ഞരമ്പിന് ഒരു പ്രശ്നമുണ്ട്, അതിനൊരു പിഴുത്ത പോലെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നീരുണ്ട്, അതിനൊരു ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഒരു മരുന്ന് എനിക്ക് തുള്ളി മരുന്ന് ഒഴിക്കാനും തന്നു, ഒരു ഗുളിക കഴിക്കാനും തന്നു. ഇത് അമ്മ നമുക്ക് പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ നമ്മളെ നമ്മളെ കണ്ണ് തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഡോക്ടർമാരെ കാണിക്കേണ്ട എന്നൊരു ധാരണ പലർക്കും ഉണ്ട്. അപ്പോൾ കണ്ണിൻ്റെ അകത്തുള്ള സുതാര്യമായ ലെൻസ് മാറ്റി പകരം കൃത്രിമ ലെൻസ് വെക്കുക മാത്രമാണ് തിമിരത്തിൻ്റെ ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. കണ്ണിൻ്റെ നാഡികൾക്ക് ഈ പറഞ്ഞ റെറ്റിനയ്ക്ക് ഡാമേജ് വരികയാണെങ്കിൽ കാഴ്ചയ്ക്ക് മങ്ങൽ വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് പറയാം, നമുക്ക് 2 കൈയും 2 കാലും മുഖവും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ കൈക്ക് ഓപ്പറേഷൻ ചെയ്താലും കാലിൽ അസുഖം വരാമല്ലോ. അതുപോലെ തന്നെ കണ്ണിൻ്റെ തിമിരം മാറ്റി കൃത്രിമമായ ലെൻസ് വെച്ചതുകൊണ്ട് മാത്രം ഭാവിയിൽ നാഡികൾക്ക് റെറ്റിനയ്ക്ക് ഡാമേജ് വരില്ല നമുക്ക് ഉറപ്പ് പറയാൻ ഒക്കില്ല. പ്രത്യേകിച്ച് ഡയബറ്റീസോ BP ഉള്ളവർക്ക് കണ്ടാത്ത രക്തക്കുഴൽ പൊട്ടാനും പുതിയ രക്തക്കുഴൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു 55-60 വയസ്സ് കഴിയുന്നവർക്ക് കണ്ണിൻ്റെ അകത്തുള്ള റെറ്റിനയിൽ ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ വരാനും കണ്ടാത്ത നീര് വരാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 60 വയസ്സ് കഴിഞ്ഞ ഓരോ വ്യക്തിയും തിമിരം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തിമിരം കഴിഞ്ഞിട്ടില്ല എങ്കിലും ഒരു നേത്ര വിദഗ്ധനെ കാണിച്ച് റെറ്റിനെ നമ്മൾ നിർബന്ധമായും ചെക്ക് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ തിമിരം ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ. ഇപ്പോൾ 2020 കഴിഞ്ഞിപ്പോൾ 6 വർഷമായി. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ചെക്ക് ചെയ്യണം. എന്തോ അതമ്മ ഞാൻ പറയുന്നത്, നമ്മൾ 2020 ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എല്ലാ വർഷവും ഒരു നേത്ര വിദഗ്ധനെ കാണിച്ച് കണ്ണുകളുടെ റെറ്റിന നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ആണെങ്കിൽ ഈ ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ ആണെങ്കിലും ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ആണെങ്കിലും ആരംഭ ദിശയിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഷുഗർ കൺട്രോൾ ആക്കുന്നത് കൊണ്ടോ BP കൺട്രോൾ ആക്കുന്നത് കൊണ്ട് ചിലപ്പോൾ തുള്ളിമരുന്നോ ഗുളിക കൊണ്ടോ കുറേയൊക്കെ പരിഹരിക്കാൻ സാധിക്കും. ഇപ്പം വർഷങ്ങളോളം നമ്മൾ കാണിക്കാതിരുന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് കാഴ്ചയ്ക്ക് ഒരുപാട് മംഗള ഡോക്ടർമാർക്ക് ചെല്ലുമ്പോൾ അവർക്കും ചികിത്സിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് കാണാം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ട നാഡികൾ OCT സ്കാനിങ് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ണിൻ്റെ അകത്തോട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മൾ ഇതുപോലെ നീര് വന്നു കഴിഞ്ഞാൽ കണ്ടകത്ത് ലേസർ അടിച്ച് ഈ നീര് വന്ന റെറ്റയെ കരിച്ച് കളയുക ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതാകുമ്പോൾ കാഴ്ച ഒരുപാടങ്ങ് മങ്ങുമായിരുന്നു. ഇപ്പോഴത്തെ പുതിയ ചികിത്സാ രീതിയിൽ കണ്ണതിലുള്ള ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഈ നീര് വറ്റിപ്പോകുമ്പോൾ കാഴ്ച തിരിച്ചു വരാനുള്ള നല്ല സാധ്യതയുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ 1 മാസം ഇടവിട്ട് സാധാരണഗതിയിൽ 3 ഇഞ്ചക്ഷൻ അടുപ്പിച്ച് വെക്കേണ്ടി വരാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇഞ്ചക്ഷൻ വെക്കാനായിട്ടുള്ള സാധ്യത. അതായത് പറഞ്ഞു വരുന്നത്, ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് ചികിത്സ പൂർണ്ണമാകണം എന്നില്ല. നമ്മൾ ആദ്യം ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നു, അത് കഴിഞ്ഞ് OCT സ്കാൻ റിപ്പോർട്ട് നമ്മൾ നോക്കിയിട്ട് നീര് എത്രത്തോളം വറ്റിയിട്ടുണ്ടെന്ന് നോക്കിയിട്ട് അത് വറ്റുന്നതനുസരിച്ച് 2, 3, 4 ഇഞ്ചക്ഷൻ വരെ, ചിലർക്ക് അതിനേക്കാളും കൂടുതൽ ഇഞ്ചക്ഷൻ വെക്കേണ്ട ആവശ്യമുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചയ്ക്ക് തെളിച്ച വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഡോക്ടർ പറയുന്ന അതുപോലെ തന്നെ ചെയ്യുക. അതുപോലെ ബാക്കി ഈ കേൾക്കുന്ന പ്രേക്ഷകർ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, കണ്ണിൽ തിമിരം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ നേത്ര വിദഗ്ധരെ കാണിച്ച് കണ്ണിൻ്റെ റെറ്റിന നിർബന്ധമായും വർഷാവർഷം നമ്മൾ ചെക്ക് ചെയ്യണം. പലപ്പോഴും നമ്മൾ തിമിരം ചെയ്തു ഇനി ഒന്നും വരാനില്ല പേടിക്കാനില്ല എന്ന് വിചാരിക്കരുത്. തിമിരം ചെയ്താലും ചെയ്തില്ലെങ്കിലും 60 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾ നിർബന്ധമായി ഒരു നേത്ര വിദഗ്ധനെ വർഷാവർഷം കാണിക്കണം. അതെ അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ കാഴ്ച തിരിച്ച് കിട്ടുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെന്തായാലും ചെയ്യിക്കുക. അത് കഴിഞ്ഞ് ഡോക്ടർ പറയുന്ന കാലയളവിൽ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു കണ്ണിൽ വന്നാൽ മറ്റേ കണ്ണിൽ വരാൻ 10% സാധ്യത ഉള്ളത് കൊണ്ട് മറ്റേ കണ്ണ് വളരെ ശ്രദ്ധിക്കുക. ശരി, ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ഡോക്ടർ. ഈ വേനൽക്കാലം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ ഇപ്പം ചെങ്കണ്ണും അലർജിയും ഭയങ്കര കോമൺ ആണ്. സാധാരണ ആൾക്കാർക്ക് ആരുടെയെങ്കിലും ഈ ഒരു സമയത്ത് ചെറുതായിട്ടൊന്ന് ചുവന്നിരുന്ന് കഴിഞ്ഞാൽ ഭയമാണ് ചെങ്കണ്ണാണോ എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ അലർജിയും ചെങ്കണ്ണും മനസ്സിലാക്കാൻ സാധിക്കുക? ഇതിൻ്റെ എങ്ങനെയാണ് നമ്മളിതിൻ്റെ പ്രോപ്പർ മാനേജ്മെൻറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്നും കൂടി? നല്ല ചോദ്യമാണ്. കാര്യം നമുക്ക് എല്ലാ ചുവപ്പും ഉടനെ ഡോക്ടറെ പോയി കാണണം എന്നില്ല, സത്യമാണ്.
അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള വ്യത്യാസം അലർജി മൂലമുണ്ടാകുന്ന കണ്ണിൻ്റെ ചുമപ്പും ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന കണ്ണിൻ്റെ ചുമപ്പും എങ്ങനെ വേർതിരിക്കുക എന്നുള്ളതാണ്, വീട്ടിലിരുന്ന് എങ്ങനെ വേർതിരിക്കുക എന്നുള്ള ചോദ്യം. അലർജി ആണെങ്കിൽ ചൊറിച്ചിലാണ് അതിൻ്റെ പ്രധാന ലക്ഷണം. അപ്പോൾ ചൊറിച്ചിലാണ് കൂടുതലെങ്കിൽ അലർജി ആകാനുള്ള സാധ്യത കൂടുതലാണ്. അലർജി മൂലമുണ്ടാകുന്ന ചുമന്നിരിക്കുന്ന കണ്ണുകൾക്ക് വെളിയിൽ വരുന്ന സ്രവം വെള്ളം പോലെ ആയിരിക്കും, വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഒന്ന് ചൊറിച്ചിൽ, രണ്ട് വെള്ളം പോലെ ഇരിക്കുന്ന സ്രവം. ഇത് രണ്ട് അലർജിയുടെ ലക്ഷണങ്ങളാണ്. ചെങ്കണ്ണാണെങ്കിൽ ഒരുപാട് ചുവപ്പ് കാണും, അതുപോലെ മഞ്ഞ നിറത്തിലുള്ള പഴുപ്പായിരിക്കും. അപ്പോൾ മഞ്ഞ നിറത്തിലുള്ള പഴുപ്പ് കണ്ടാൽ ഓൾമോസ്റ്റ് നമുക്ക് ഷുവർ ആകാം ഇത് ഇൻഫെക്റ്റീവ് ചെങ്കണ്ണാണെന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, പലരും ചെയ്യുന്നത് ഉടനെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു മരുന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്നു, നേത്രവിദഗ്ധനെ കാണിക്കുന്നില്ല. അത് നല്ലൊരു പ്രവണതയല്ല. കാര്യം പലപ്പോഴും ഈ ചെങ്കണ്ണ് സിവിയറായിട്ടുണ്ടെങ്കിൽ അത് കൃഷ്ണനിലോട്ട് ബാധിച്ച് കെറട്ടൈറ്റിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ആൾക്കാരെ കണ്ടൊരു ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ കൂടെ മിക്കവാറും എൻ്റെ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ ദൈവം ഇതൊന്ന് നോക്കൂ, ഇതിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണോ എന്ന് ചോദിക്കാറുണ്ട്. അതിനുള്ള ബുദ്ധിമുട്ട് നമ്മൾ സ്ട്രിറ്റ് ലാമ്പിൽ, അതായത് എൻ്റെ ഉപകരണത്തിൽ കൂടി ഞാൻ നോക്കുമ്പോൾ ത്രിമാനമായിട്ടാണ് കാണുന്നത്, 3D വിഷനായിട്ടാണ് കാണുന്നത്, മാഗ്നിഫൈഡ് ആയിട്ടാണ് കാണുന്നത്, ഓരോ ഏരിയയും കാണാം. ഇപ്പോൾ അപൂർവമായിട്ടെങ്കിലും കൃഷ്ണമണ്ണ് എന്തെങ്കിലും പൊടി തറഞ്ഞിരിക്കുകയാണെങ്കിൽ മൊബൈലിലെ ഫോട്ടോയിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെ മെസ്സേജ് അയക്കുന്നവർ ആൻറ്റിബയോട്ടിക് പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിലും എത്രയും പെട്ടെന്നൊരു നേത്രവിദഗ്ധനെ കാണിക്കണമെന്നാണ് എൻ്റെ സിൻസിയറായിട്ടുള്ള റിക്വസ്റ്റ്. കാരണം വളരെ നിസ്സാരമായിട്ട് നമ്മൾ പലപ്പോഴും കരുതുന്ന കാര്യങ്ങളാകാം ഒരുപാട് പ്രശ്നങ്ങളോട്ട് പിന്നെ ഭാവിയിലോട്ട് പോകുമ്പോൾ ആവുന്നത്. ചെറിയൊരു ചെങ്കണ്ണി തുടങ്ങി കെറട്ടൈറ്റിസ് ആയ കോൾഡ് അൾസർ വരെ ആയ കേസുകളും ഉണ്ട്. അപ്പോൾ ചുവപ്പുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റെഗുലറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ബ്ലഡ് ഷുഗർ നോക്കാം. കാര്യം പലപ്പോഴും ചെങ്കണ്ണായിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ടൊരു വ്യക്തി വന്നു, കണ്ണ് ചെറിയൊരു പൊടി തറഞ്ഞിരിക്കുകയാണ്, ഷുഗർ നോക്കി 354. അപ്പോൾ ഒന്ന് കണ്ണിൻ്റെ അകത്ത് ഇൻഫെക്ഷൻ ഉണ്ട്, രണ്ട് പൊടി തറഞ്ഞിരിക്കുകയാണ്, മൂന്ന് അതിൻ്റെ കൂടെ ഷുഗറും അൺകൺട്രോൾഡ് ആണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ വാട്സാപ്പിൽ കൂടെയൊക്കെ ട്രീറ്റ് ചെയ്യും, ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ പലതും മിസ് ചെയ്യും. അതുകൊണ്ട് ചെങ്കണ്ണാണെങ്കിലും ഡോക്ടറെ ഒന്ന് കാണിക്കുക. ഡോക്ടർ, ഇനി അതിലേക്ക് ഈ ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട സംശയത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഒരു കോളർ കുറച്ച് സമയമായിട്ട് വെയിറ്റ് ചെയ്തു. ഡോക്ടർ ഹലോ. കെയറിംഗ് ഹാൻഡ്സ് ആരാണ്? എന്റെ പേര് അമൃത, എവിടുന്നാണ് വിളിക്കുന്നത്? ഓക്കെ അമൃത, വേനൽക്കാല നേത്ര പരിചരണത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ദേവൻ പ്രഭാകർ ഉണ്ട്, ദിവ്യപ്രഭ ഐ ഹോസ്പിറ്റലിന്റെ വൈസ് ചെയർമാനാണ്. സംസാരിക്കാം. ചോദിച്ചോളൂ അമൃത. അതെ, പറഞ്ഞോളൂ. സർ, എനിക്ക് 32 വയസ്സുണ്ട്. മൈഗ്രെയിൻ ഉള്ളതാണ്. ശരി. കൂടുതലായിട്ട് വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ശരി. സ്ക്രീൻ ടൈം കുറച്ച് കൂടുതലാണ്. നമ്മൾ സ്ക്രീൻ ടൈം കൂടുതലാവുമ്പോ ഒന്ന് ഉറങ്ങി എണീറ്റ് വരുമ്പോ ഈ വലത്തെ സൈഡിലെ കണ്ണ് ഇങ്ങനെ വീക്കം പോലെ ഫീൽ ചെയ്യും. ഒരു കണ്ണ് മാത്രമാണോ? അതെ, ഈ മൈഗ്രെയിൻ ഷൂട്ട് ചെയ്യുന്ന എനിക്ക് റൈറ്റ് സൈഡ് ആണ്. അപ്പൊ വലത്തെ സൈഡിലെ കണ്ണ് ഇങ്ങനെ രാവിലെ എണീറ്റ് വരുമ്പോ കുറച്ച് വീക്കം പോലെ തോന്നും. നമ്മളെ മൈഗ്രെയിൻ്റെ ഡെഫിഷ്യനിൽ തന്നെ നമ്മൾ ഒരു സൈഡിൽ തലവേദന വരെയും പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ മറ്റേ സൈഡിലോട്ട് മാറുകയും ചെയ്യുന്ന തലവേദനയാണ് മൈഗ്രെയിൻ. അപ്പോൾ ഒരു സൈഡിൽ മാത്രം വരും നമ്മളുടെ ക്ലാസിക്കൽ ഡെഫിഷ്യൻ മൈഗ്രെയിൻ ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു നേത്രവിദഗ്ധനെയും കാണിച്ച് ആവശ്യമുള്ള ന്യൂറോളജിസ്റ്റിനെയും കാണിച്ചിട്ട് ഡയഗ്നോസിസ് ഒന്ന് കൺഫേം ചെയ്യാം മൈഗ്രെയിൻ തന്നെ ആണെന്നുള്ളത്. നമ്മൾ പലപ്പോഴും തന്നെത്താൻ ഒരു ഡയഗ്നോസിസിൽ മൈഗ്രെയിൻ എത്തുന്നത് പലപ്പോഴും മൈഗ്രെയിൻ ആകണമെന്നില്ല. പ്രത്യേകിച്ച് ഒരു സൈഡിൽ മാത്രം വരികയും അത് നീരുമായിട്ട് ഒരു സൈഡിൽ മാത്രം വരികയും ചെയ്യണമെങ്കിൽ മൈഗ്രെയിൻ ആകണം എന്നില്ല. അത് സ്ക്ലീറൈറ്റിസ് ആകാം, എപ്പീസ് സ്ക്ലീറൈറ്റിസ് ആകാം, ആ കണ്ണിൽ സൈഡിൽ മാത്രമുള്ള ഹൈപ്പമെട്രോപ്പി ആകാം. അതുകൊണ്ട് ഒരു വിശദമായിട്ടുള്ള നേത്ര പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള വലതേ സൈഡിലോട്ട് നമ്മൾ ഇത്തരം തരിഞ്ഞ് കിടക്കുന്നതെങ്കിൽ ആ കിടക്കുന്ന സൈഡിലുള്ള തലയിണിൽ നിന്നുള്ള അലർജി വേണമെങ്കിലും ഇത് നീരുണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് മൈഗ്രെയിനുള്ള ഡയഗ്നോസിസ് കറക്റ്റാണോ എന്ന് നോക്കാം. മൈഗ്രെയിൻ ഡയഗ്നോസിസ് നമ്മൾ എത്തുന്നത് BP, ഷുഗർ ബാക്കിയെല്ലാം ചെക്ക് ചെയ്യും, കണ്ട പവർ നോക്കുകയും ഒരു ENT കൺസൾട്ട് ആവശ്യം അത് നമ്മൾ നോക്കുകയും CT MRI ചെയ്ത് വേറെ പത്തോളജി ഇല്ല, വേറെ അകത്തോട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള ഉറപ്പാക്കിയതിന് ശേഷമാണ് മൈഗ്രെയിൻ ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ അത്രയും ടെസ്റ്റുകൾ ചെയ്തിട്ടില്ല എങ്കിൽ അത് നിർബന്ധമായിട്ടും ചെയ്തിട്ട് ഈ മൈഗ്രെയിൻ തന്നെയാണ് അസുഖം എന്നുള്ളത് കൺഫേം ചെയ്യുക. മൈഗ്രെയിൻ തന്നെയാണ് അസുഖം എന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈഗ്രെയിന് ഇത് കൂട്ടുന്ന കാര്യങ്ങളുണ്ട്, കുറയ്ക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം ഉറക്കം ഇളച്ചിരിക്കുക, ലൗഡായിട്ടുള്ള സൗണ്ട് കേൾക്കുക, മിന്നൽ പോലത്തുള്ള കാര്യങ്ങൾ കാണുക, ഇതൊക്കെ കേൾക്കുമ്പോൾ കൂടാനുള്ള സാധ്യത, ഇതൊക്കെ മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങളാണ്. ചില ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, ചിലർക്ക് ചീസ് കഴിച്ചാൽ, ചിലർക്ക് ചായ കുടിച്ചാൽ തലവേദന കുറയും, ചിലർക്ക് ഉറങ്ങി എണീച്ചാൽ തലവേദന കുറയും, ചിലർക്ക് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ തലവേദന കുറയും. ഇതുപോലെ കൂട്ടുന്ന കാര്യങ്ങളും കുറയുന്ന കാര്യങ്ങളും ഉള്ളതും രണ്ട് സൈഡിലും മാറിയും തിരിഞ്ഞും വരുന്നതും ചിലപ്പോൾ മിന്നൽ പോലെ കാണുന്നതും എല്ലാമാണ് മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇത് നിർബന്ധമായൊരു നേത്രവിദഗ്ധനെ കാണിച്ച്
കണ്ട പ്രഷർ നോക്കുക, കണ്ണ് ഡയലേറ്റ് ചെയ്ത് കണ്ടാത്തുള്ള പവർ നോക്കുക, നാഡികൾ നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ കാഴ്ചയുടെ വ്യാപ്തി നോക്കുക. അത് കഴിഞ്ഞിട്ട് സംശയം തോന്നുകയാണെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണിച്ച് CT ബ്രെയിൻ അതുപോലത്തെ ടെസ്റ്റുകളും കൂടെ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഡോക്ടർ, നമുക്ക് അടുത്തൊരു കോളർ കൂടി കുറച്ച് സമയമായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത കോളിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നു. ഹലോ ഹലോ കെയറിംഗ് ഹാൻഡ്സ്, ഇതാരാണ്? ഞാൻ ലതയാണ്, അമരവളായിരുന്നു. ഓക്കെ, നമ്മളോടൊപ്പം ഡോക്ടർ ഡെവിൻ പ്രഭാകറുണ്ട്, ദിവ്യപ്രഭ ഐ ഹോസ്പിറ്റലിലെ വൈസ് ചെയർമാൻ ആണ്. സംസാരിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ മാഡം. അമരവിളിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഞാൻ നേറ്റിങ്കര. മനസ്സിലായി, പറഞ്ഞോളൂ. അമരവിള നല്ലോണം അറിയാം, പറഞ്ഞോളൂ. എനിക്കാണെങ്കിൽ തലവേദന കൊണ്ട് കണ്ണാടി വെച്ചിട്ടുണ്ട് നേരത്തെ. ശരി. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഒരു കണ്ണിനൊരു മങ്ങലുണ്ട് ഡോക്ടർ. അത് വന്നിട്ട് കാണണോ, ഡോക്ടറെ കാണിക്കണോ? 100% കണ്ണിൽ മങ്ങലുണ്ടെങ്കിൽ 100% ഡോക്ടറെ കാണിക്കണം. ഐഡിയലി നേത്ര വിദഗ്ധർ. ചെറിയ എന്തോ പാടം പോലെ തോന്നുന്നു. അമ്മയ്ക്ക് എത്ര വയസ്സായി? എനിക്ക് 61 വയസ്സായി. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 60 വയസ്സ് കഴിഞ്ഞാൽ നല്ല കാഴ്ച ഉണ്ടെങ്കിലും നേത്ര വിദഗ്ധനെ കാണിച്ച് കണ്ടാത്ത എന്തെങ്കിലും പ്രഷറോ റെറ്റിനയിലോ കാറ്ററാക്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ശസ്ത്രക്രിയ അതുപോലത്തെ കാര്യങ്ങൾ വേണ്ടി വരും. നമ്മൾ ഡോക്ടറെ കാണിക്കണം. കഴിവതും കാഴ്ച മങ്ങുന്നതിന് മുമ്പേ കാണിക്കണം. പല അസുഖങ്ങളും വരും. നമ്മൾ ആരംഭത്തിലേ കണ്ടുപിടിച്ച കണ്ണിൻ്റെ നമ്മൾ സാധാരണ പ്രഷർ 18-നും 20-നും ഇടയ്ക്ക് വേണം. ഒരു 24-25 ഉള്ളെങ്കിൽ നമ്മൾ തുള്ളിമരുന്നുകൾ കൊണ്ട് തന്നെ നമ്മൾ വർഷങ്ങളോളം നമുക്ക് ഗ്ലോക്കോമ കൺട്രോൾ ചെയ്യാനായിട്ട് വെക്കും. ഇപ്പം നാടികൾക്ക് റെറ്റിനയുടെ ഏർലി ആയിട്ടുള്ള മൈൽഡ് NPDR കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ HbA1c ഗ്ലൂക്കോസ് മെമ്മറി ടെസ്റ്റ് 6.5 താഴെ നിർത്തിയാൽ മാത്രം വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുക. അതുകൊണ്ട് അമ്മമാരും അച്ഛന്മാരും കേൾക്കുന്ന എല്ലാവരും തന്നെ 60 വയസ്സായവരെ കാഴ്ച മങ്ങാൻ വേണ്ടി കാത്തിരിക്കരുത്. കാഴ്ച ഉള്ളപ്പോൾ തന്നെ 60 വയസ്സ് കഴിഞ്ഞാൽ ഒന്ന് കാണിക്കണം. മങ്ങൽ കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് എത്രയും പെട്ടെന്ന് അത് കാണിക്കണോ എന്നുള്ള ചിന്ത ഇല്ലാതെ തന്നെ അടുത്തുള്ള ആശുപത്രി കാണിച്ച് ചെക്ക് ചെയ്യിക്കുക. ഒന്നും കാണത്തില്ല, പക്ഷെ കാണിക്കണം. ശരി, ശരി. ഓക്കെ, താങ്ക് യു ഡോക്ടർ. നമ്മൾ ഈ ഡയബറ്റിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നേത്ര അതിലേക്കായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻസ് എപ്പോൾ മുതലാണ് ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത്? എന്തൊക്കെയാണ് അവരെ ബാധിക്കുന്ന അസുഖങ്ങൾ? വളരെ സ്പെസിഫിക് ആയിട്ട്, കാരണം ലോകത്തെമ്പാടും ഡയബറ്റിക് രോഗികൾ ഒരുപാടുണ്ട്. ഇന്ത്യ ഡയബറ്റീസിൻ്റെ ക്യാപിറ്റൽ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നേത്ര പരിപാലനവും ഡയബറ്റീസുമായിട്ട് ഇറക്കിയിട്ടുണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ്, അതായത് ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കുട്ടികൾക്ക് വരുന്ന ഡയബറ്റീസ് ഉടനെ കാണി ഒരു 5 വർഷത്തിൻ്റെ അകത്ത് ഐ ചെക്കപ്പോൾ തുടങ്ങിയാൽ മതി. പക്ഷേ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് അല്ലാതെ പ്രായമായി കഴിഞ്ഞ് വരുന്ന ഡയബറ്റീസ് അത് കണ്ടുപിടിച്ചാൽ ഉടൻ തന്നെ ഫസ്റ്റ് ചെക്കപ്പ്. കാര്യം സാധാരണ ഡയബറ്റീസ് കണ്ടുപിടിക്കുമ്പോൾ ഓൾമോസ്റ്റ് 5-10 വർഷം ഡയബറ്റിക് ആയിട്ടിരിക്കുമെന്ന പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഐ ചെക്കപ്പ് നമ്മൾ ഡയബറ്റീസ് ആയിട്ട് കണ്ടുപിടിച്ച ഉടനെ തന്നെ നടത്തണം. അതാണ് റെക്കമെൻഡഡ് ഷെഡ്യൂൾ. അത് കഴിഞ്ഞാൽ പിന്നെ വർഷാവർഷം മതി. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് ഡയബറ്റിക് ആണെന്ന് പറഞ്ഞ് വരും, ഞാൻ ആദ്യം ചെയ്യുന്നത് കണ്ണിൻ്റെ കാഴ്ച പരിശോധിക്കുന്നു. കണ്ണടകൾ ആവശ്യത്തിന് കണ്ണടകൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കണ്ണിൽ തുള്ളിമരുന്ന് വെച്ച് കൃഷ്ണമണി വികസിപ്പിച്ച് കണ്ട ഞരമ്പുകൾ നോക്കുന്നു. ഇപ്പോൾ പണ്ടൊക്കെ നിർബന്ധമായിട്ടും എല്ലാവരുടെയും കണ്ണിൽ തുള്ളിമരിച്ച് കൃഷ്ണമണി നോക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. പക്ഷേ ഇപ്പം പുതിയ ഒരുപാട് ഉപകരണങ്ങൾ വന്നിട്ടുണ്ട്. കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിക്കാതെ തന്നെ കണ്ട സ്കാൻ എടുക്കാനും കണ്ണിൻ്റെ ഫോട്ടോ എടുക്കാനും ഒക്കുന്ന വളരെ ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരു വ്യക്തിക്ക് കണ്ണിൻ്റെ ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിച്ച് 1/2 മണിക്കൂർ 1 മണിക്കൂർ ഇരിക്കാൻ സാഹചര്യമില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലർക്കും ഒരു ബുദ്ധിമുട്ട് ബൈസ്റ്റാൻഡേഴ്സ് ഇല്ല എന്നുള്ളതാണ്. എൻ്റെ കൂടെ വരാൻ എനിക്ക് ആരുമില്ല. എൻ്റെ ഒരു മോൻ കാനഡയിലാണ്, മറ്റേ മോൻ ഓസ്ട്രേലിയ അല്ലെങ്കിൽ അമേരിക്കയിലാണ്, അല്ലെങ്കിൽ മോളെ കെട്ടിച്ച് അവർ ദുബായിലാണ്. അപ്പം വരാൻ കൂട്ടിരിക്കാൻ ആളില്ല എന്നുള്ള വളരെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേറെ പ്രയാസങ്ങളാണ്. നമുക്ക് കണ്ട നാടിയുടെ ഫോട്ടോ എടുത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അറിയാനായിട്ടൊക്കെ. ഇപ്പോൾ ലേറ്റസ്റ്റ് എല്ലാ ഹോസ്പിറ്റലും ഉണ്ട്. തുള്ളും മരുന്ന് ഒഴിക്കാതെ കണ്ട OCT സ്കാൻ എടുക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, കണ്ട ഫോട്ടോ എടുക്കുന്ന അത് മാൻഡേറ്ററി ആണ്. അത് ഡയബറ്റീസ് ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേത്ര വിദഗ്ധനെ കാണിച്ച് കണ്ട നാഡികൾ പരിശോധിക്കുക. നോർമൽ ആണെങ്കിൽ വർഷാവർഷം കാണിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് അറിയത്തില്ല, ചിലപ്പം പെട്ടെന്ന് ഷുഗർ എന്തെങ്കിലും കൂടാം. നല്ല കൺട്രോൾ ഇരിക്കുന്ന ഒരാൾക്ക് ശരീരത്തിലുള്ള പ്രകൃതി അല്ല ഘടനയിൽ വ്യത്യാസം വരുമ്പോൾ ഷുഗർ അൺകൺട്രോൾഡ് ആകാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ 3 മാസം ഒരിക്കൽ നോക്കുന്ന HbA1c നിർബന്ധമായിട്ട് നോക്കുക. അത് 6.5 താഴെയാതുള്ള നിലനിർത്തുക. നമുക്കുള്ള അഡ്വാൻറ്റേജ്, ഇപ്പോൾ എന്നെ വന്ന് കാണുന്നു, ഞാൻ കണ്ണിലോട്ട് നോക്കുന്നു, കണ്ട ഫോട്ടോ എടുക്കുന്നു, കണ്ടാത്ത കൊഴുപ്പുണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ എല്ലാവരും പേടിക്കുന്ന പോലെ അടുത്ത നടപടി ഓപ്പറേഷൻ അല്ല, അടുത്ത നടപടി ലേസർ അല്ല, കണ്ണത്തുള്ള ഇഞ്ചക്ഷൻ അല്ല.
അടുത്ത നടപടി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെ ചികിത്സിക്കുന്ന ഡയബറ്റിക് ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ പറയുന്നു ഇദ്ദേഹത്തിന് മോഡറേറ്റ് NPDR എന്നുള്ള ഡയഗ്നോസിസിൽ എത്തിയിട്ടുണ്ട്, കണ്ണിൻ്റെ അകത്ത് DME ഡയബറ്റിക് മാക്യുലർ എഡീമയുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കുറച്ചധികം പേർക്ക് HbA1c 6.5 താഴെ ആക്കുകയും LDL കൊളസ്ട്രോൾ 70 താഴെ ആക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് ചെയ്യാനും മാറാനുമുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ ലേറ്റസ്റ്റ് പല പഠനങ്ങളും കാണിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഓവർ വെയ്റ്റ് ആണ്, വെയിറ്റ് അമിതമായി കൂടുതലാണ്. അപ്പോൾ ഈ വെയിറ്റ് 10-15 കിലോ കുറച്ച് കഴിഞ്ഞാലും ഇത് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് നിജാവസ്ഥ എന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിന് ഭയപ്പെടാതിരിക്കുക. പലപ്പോഴും ഡോക്ടറെ രോഗി കാണാൻ മടിക്കുന്നത് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറെ പിടിച്ച് ഓപ്പറേഷൻ ചെയ്യും. അപ്പം എല്ലാവർക്കും പേടിയാണല്ലോ. അപ്പം ആവശ്യമില്ലാത്ത ഓപ്പറേഷനും മരുന്നുകളോ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ മൊത്തം. ആശുപത്രിയിൽ ഇങ്ങനെ എന്തോന്നാ എല്ലാവരെയും പിടിച്ച് പിടുങ്ങാനിരിക്കുന്നു എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയൊന്നും അല്ല, നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ചാൽ പലപ്പോഴും വേറെ ഒന്നും നമ്മൾ ചെയ്യാൻ പറയില്ല. നിങ്ങൾ ഡയബറ്റീസിന് ഡോക്ടറെ കണ്ട് ഇൻസുലിൻ്റെ തോതൊന്ന് കൂട്ടുക, അല്ലെങ്കിൽ നമ്മൾ ഇത് കൊളസ്ട്രോളിന് വേണ്ടി അറ്റോർവാസ്റ്റാറ്റിനോ അല്ലെങ്കിൽ അതുപോലുള്ള മരുന്നുകൾ കഴിച്ച് ഷുഗർ ഒന്ന് കൺട്രോൾ ആക്കുക, കൊളസ്ട്രോൾ ഒന്ന് കൺട്രോൾ ആക്കുക. ചിലപ്പോൾ ഇത് മാറി വരാനും സാധ്യതയുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വർഷങ്ങളായി 2020 സർജറി കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴാണ് ചിലപ്പോൾ കണ്ടത് നീരായിട്ട് ഇത്രയും പെട്ടെന്ന് ഇഞ്ചക്ഷൻ വെക്കണമെന്ന്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇഞ്ചക്ഷൻ വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വെക്കണമെന്ന് തന്നെ അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഞാനിവിടെ നെഞ്ചുവേദന എടുക്കുന്നു, ഇന്ന് കാണിക്കണം, 2 ദിവസം കഴിഞ്ഞ് ആശുപത്രിയിൽ കാണിക്കാൻ അത് ഹാർട്ട് അറ്റാക്കാണ്, എൻ്റെ കാര്യം പോയി. അതുപോലെ തന്നെ കണ്ണിൻ്റെ കാര്യവും നമ്മൾ ഒരു ഡോക്ടറെ നിർബന്ധമായി ഇഞ്ചക്ഷൻ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യണം. ഡോക്ടർ, ഈ സാധാരണ നമുക്ക് മലയാളികൾക്ക് മിക്കവാറും ഡയബറ്റീസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വിഷനിലോ എങ്ങനെയെങ്കിലും ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കത് കുറച്ച് പേർക്കെങ്കിലും അറിയാം. പക്ഷേ ഈ LDL കൊളസ്ട്രോളിന് പോലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ഡോക്ടർ പറയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഒരു സംശയം ഉണ്ടാവില്ല, നമ്മളിപ്പം കൊളസ്ട്രോളിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഡയബറ്റിസ് എങ്ങനെ പ്രശ്നം ഉണ്ടാകും, ഈ നമ്മുടെ ബ്ലഡ് പ്രഷറിന് നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തുമായിട്ട് എന്തെങ്കിലും? ബ്ലഡ് പ്രഷറും കണ്ണിട്ട് ആത്മബന്ധമുണ്ട്. അതായത് ഇപ്പോൾ ഒരു രോഗിയുടെ, ഒരു പേഷ്യൻറ്റിൻ്റെ BP കൺട്രോൾഡ് അല്ലെങ്കിൽ എനിക്ക് കണ്ട നാഡിയിൽ മാത്രം നോക്കി അദ്ദേഹത്തിനെ കൺട്രോൾ അല്ല എന്നുള്ള പറയാൻ സാധിക്കും. ഒരു എക്സ്പീരിയൻസ് ഡോക്ടർക്ക് ഇതല്ല, നമ്മൾ കണ്ണിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തക്കൊഴലുകൾ എന്നൊക്കെ മീഡിയംസ് രക്തക്കൊഴലെന്ന് പറയും, ഡയറക്റ്റായിട്ട് കാണാൻ ഒക്കുന്ന ഒരേ ഒരു ഹെൽത്തിൻ്റെ അകത്തുള്ള ഒരു ഡോക്ടർ തന്നെ നേത്ര വിദഗ്ധരാണ്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ ലൈവായിട്ട് ഈ രക്തം ത്രസിക്കുന്ന രക്തക്കൊഴൽ നമുക്ക് നേരിട്ട് ആർട്ടറിയും വെയിനെയും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം, ഈ ആർട്ടറിയും വെയിനും തമ്മിലുള്ള ബന്ധം, അതെങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത്, ഒന്നിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഈ കിടക്കുന്നത്, അതിന് എത്ര കനമുണ്ടെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ശരീരത്തിലെ ഷുഗറിൻ്റെയും BP-യുടെയും കൊളസ്ട്രോളിൻ്റെയും ഒരു തോത് ഒരു പരിധി വരെയെങ്കിലും നമുക്കത് കണ്ടുപിടിക്കാൻ അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഗൂഗിളൊക്കെ റെറ്റിന സ്കാൻ വഴി നിങ്ങൾക്ക് എത്ര നാൾ ജീവിച്ചിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് എത്ര സാധ്യതയുണ്ട് എന്നൊക്കെ ഇപ്പം ഗൂഗിളും EIയും പ്രിഡിക്റ്റ് ചെയ്യുന്ന ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ്. അതായത് കണ്ണിൽ നമ്മൾ നോക്കുമ്പോൾ രക്തക്കൊഴലിൻ്റെ കനം, അതിനുള്ള ക്രോസ് സ്ട്രക്ചർ, അതിൻ്റെ അകത്തുള്ള തിക്നെസ് എല്ലാം നോക്കിയിട്ട് നമുക്ക് ഡയബറ്റീസും BP-യും കൊളസ്ട്രോളും ജനറൽ ഹെൽത്ത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ടൊക്കെ. അതുകൊണ്ട് തന്നെയാണ് വേറെ ഒരു ലക്ഷണവും വേറെ ഒരു പ്രശ്നവും ഇല്ലായെങ്കിൽ പോലും ഒരു നേത്ര വിദഗ്ധനെ കാണിക്കണമെന്ന് പറയാൻ കാര്യം, കണ്ണിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ ഒരു നേത്ര വിദഗ്ധനെ നിങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റി ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും. ഇപ്പം ഞാൻ ഒന്നും അറിയാത്തൊരു വ്യക്തിയുടെ കണ്ണിൽ നോക്കിയിട്ട് പുകവലിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇയാൾ അമിതമായി പുകവലിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള പലപ്പോഴും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് ഒക്കുന്നുണ്ട്. കാര്യം ഇപ്പം ഈ പറഞ്ഞ 25 വർഷമായിട്ട് ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പം വളരെ സ്ട്രോങ് ആയിട്ട് പുകവലിക്കുന്ന ഒരാളുടെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു എക്സ്പെൻസുള്ള ഡോക്ടറൊക്കെ ഇദ്ദേഹം അമിതമായി പുകവലിക്കുന്നുണ്ട് എന്ന് അടുത്തുപോയി മണമടിക്കുന്നുണ്ടല്ല, അല്ലാതെ പോലും നമുക്കറിയാൻ സാധിക്കും. ഡോക്ടർ, നമ്മളിപ്പം ഈ ഡയബറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ഈ വേനൽക്കാല അസുഖങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. തിരിച്ച് ഞാൻ വീണ്ടും ഒരു കുറച്ചുകൂടി ലൈറ്റർ ബട്ട് വെരി സീരിയസ് ക്വസ്റ്റ്യനിലേക്ക്. ഡോക്ടർ, ഈ മൊബൈൽ ഫോണിൻ്റെ അമിതമായിട്ടുള്ള എക്സ്പോഷർ കണ്ണിന്, ഇപ്പം നമ്മൾ സാധാരണ പറയുന്നത്, ഇപ്പം ചിലർ മൈഗ്രെയിൻ്റെ ഇഷ്യൂ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് ചില വിഷൻ ലൈറ്റ് പ്രശ്നങ്ങൾ, അതിനപ്പുറത്തേക്കുള്ള സീരിയസ് ഐ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് നമ്മളെ നയിക്കും. നമ്മളിപ്പം ഒരു എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യം, എല്ലാവരും കണ്ടിട്ടുള്ളൊരു ഫോർവേഡാണ്, മൊബൈൽ ഫോൺ ക്യാൻസർ ഉണ്ടാക്കും. എന്തായാലും കണ്ണിൻ്റെ ക്യാൻസർ മൊബൈൽ ഫോൺ വരെ ലോകത്ത് ഒരിടത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ക്യാൻസർ ഉണ്ടാക്കത്തില്ല. പക്ഷേ വിഷാദ രോഗം തൊട്ട്
ബിഹേവിയർ ഡിസോർഡർ തൊട്ട് ഡിപ്രഷൻ തൊട്ട് തലവേദന തൊട്ട് എല്ലാം വരാം. ക്യാൻസർ ഇല്ല. പക്ഷേ അതിനകത്ത് പ്രശ്നം പറ്റുന്നത് നമ്മൾ പലപ്പോഴും കുട്ടികൾ മാതാപിതാക്കൾ നിന്ന് ഒളിപ്പിച്ച് ഒരു തലയിൽ കൂടെ തുണിയിട്ട് ഒരു മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ കണ്ണിൻ്റെ അകത്ത് മൊത്തം ഒരു കണ്ണിൻ്റെ ഒരു 10% മാത്രം തീക്ഷ്ണമായ വെളിച്ചം വീഴും, ബാക്കിയെല്ലാം ഇരുട്ടാവുമ്പോൾ അതിൻ്റെ ഒരു ഡാർക്ക് അഡാപ്റ്റേഷൻ കാരണം അതിതീവ്രമായ തലവേദന വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് നേരത്തേക്കുള്ള മങ്ങൽ വരാൻ സാധ്യത, മൈഗ്രെയിൻ വരാനുള്ള സാധ്യത, ഇതുപോലത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ക്യാൻസർ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി ഒരുപാട് പ്രോബ്ലംസ്. നമ്മളിപ്പം നിരന്തരം, ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം ഞാനും ഒരു അച്ഛനാണ്, 2 കുട്ടികളുണ്ട്. ഇപ്പം വലുതായെങ്കിലും അവരും ചെറിയ പ്രായത്തിൽ മറ്റേ കോവിഡ് സമയത്തൊക്കെ അവർ സ്കൂളിലായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ നിരന്തരം മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രയാസമുണ്ടെന്ന് വെച്ചാൽ നമ്മൾ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് കണ്ണുകളെ പറ്റി ഒരുപാട് പുതിയ നോളജ് നമുക്കുണ്ടായി. അപ്പോൾ 2020 മുമ്പ് നിരന്തരമായിട്ടുള്ള മൊബൈൽ യൂസ് കാരണം കണ്ണിൻ്റെ പവർ കൂടില്ല എന്നായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ആ സമയത്ത് നടന്ന ഒരുപാട് പഠനങ്ങളിൽ നിരന്തരം അടുത്തുള്ള കാര്യങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് കണ്ണടകളുടെ പവർ കൂടുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2021-22 ആയപ്പോഴത്തേക്കും നമ്മൾ ഡോക്ടർമാർ കൊടുക്കുന്ന ഗൈഡ് ലൈൻസിനും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ മയോപ്പിയ ഷോർട്ട് സൈഡിന് കണ്ണടകൾ ഉപയോഗിക്കുന്ന കുട്ടികളെടുത്ത് നമ്മളിപ്പം കൊടുക്കുന്ന ഉപദേശം അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും നിർബന്ധമായി മൊബൈലിൻ്റെ യൂസ് നിർത്തി വെച്ചിട്ട് വെളിയിലോട്ട് നോക്കും, ബ്രേക്ക് എടുക്കണം. അതുപോലെ എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും വെളിയിലിറങ്ങി കളിക്കണം. സൂര്യൻ്റെ പ്രകാശം കണ്ണിലും ദേഹത്തും കൊള്ളുന്നത് ഈ പവർ കൂട്ടാനുള്ള സാധ്യത കുറയ്ക്കുന്നതായിട്ട് ഒരുപാട് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ കണ്ണിൽ ഉപയോഗിക്കുന്ന ലോ ഡോസ് അട്രോപ്പിൻ ഡ്രോപ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പവർ കൂടാനുള്ള തോത് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇപ്പം നൂതനമായിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് കമ്പനികൾ പുതിയ രീതിയിലുള്ള ലെൻസുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മയോപ്പിയാക്കി ഷോർട്ട് സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ലെൻസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാതലായിട്ടുള്ള ഫോവിയൽ മാത്രം ലൈറ്റ് ഫോക്കസ് ചെയ്യും, സൈഡിലോട്ട് അത് ഫോക്കസ് വരാത്തത് കൊണ്ട് കണ്ണിൻ്റെ നീളം കൂടാനുള്ള മയോപ്പിയ കൂടാനുള്ള പ്രവണത കുറയ്ക്കുന്നതായിട്ട് ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 6 മാസത്തിനിടയിൽ ഒരു 0.75 കൂടുതൽ പവർ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മയോപ്പിയ പ്രിവെൻഷൻ ലെൻസുകൾ വെച്ചാൽ നമ്മുടെ കുട്ടിയുടെ പവർ 2 നിന്ന് 3, 4, 5 ആകാനുള്ള പ്രവണത ഒരുപാട് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കണ്ണുകൾ വെക്കുന്ന കുട്ടികൾ നിർബന്ധമായും ഡോക്ടറെ കാണിക്കുക. മയോപ്പിയ ആണെങ്കിൽ എല്ലാ അരമണിക്കൂറും മൊബൈലൊന്ന് മാറ്റി വെക്കാൻ നിർബന്ധമായും കുട്ടികളടുത്ത് പറയണം. വെളിയിലിറങ്ങി കളിക്കാൻ നമ്മൾ എൻകറേജ് ചെയ്യണം. കുറച്ചെങ്കിലും വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. ലോഡോസ് അട്ടോമികൾക്ക് തുള്ളിമരുന്ന് ഒഴിച്ചാൽ പവർ കൂടാനുള്ള സാധ്യത കുറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പവർ കൂടുന്നത് ഡോക്യുമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മയോപ്പിയ പ്രിവെൻഷൻ ലെൻസുകൾ ഉപയോഗിക്കാം. ഡോക്ടർ, ഈ വേനൽക്കാലത്ത് നമ്മൾ സൺഗ്ലാസസ് യൂസ് ചെയ്യണം എന്ന് ഡോക്ടർ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ യൂസ് ചെയ്യുന്ന ഗ്ലാസസിന് എന്തെങ്കിലും, കാരണം ഇപ്പോൾ സൺഗ്ലാസ് എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ട് നമുക്ക് അവൈലബിൾ ആണ്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതും അവൈലബിൾ ആണ്. അതിന് അപ്പുറത്തേക്ക് ബ്രാൻഡിൻ്റെ ഇതിന് വാല്യൂവിന് അപ്പുറത്തേക്ക് ആ ഉപയോഗിക്കുന്നതിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ആസ് എ സയൻറ്റിഫിക് ബേസിസ് പറയുകയാണെങ്കിൽ, ഒന്ന് നമുക്ക് ഒരുപാട് കുറഞ്ഞ ലെൻസാണെങ്കിൽ ലെൻസിൽ ഓളങ്ങൾ വരാൻ, വേവ്സ് വരാൻ ചാൻസ്, അത് തലവേദന അതുപോലത്തുള്ള ബുദ്ധിമുട്ടുണ്ടാകും. 2, നമ്മുടെ ലോ ക്വാളിറ്റി ലെൻസുകളാണെങ്കിൽ നമ്മൾ സൺഗ്ലാസ് വെക്കുമ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി പ്യൂപ്പിൾ ഡയലേറ്റ് വരും, അതുകൊണ്ട് തന്നെ കുറച്ച് പ്രകാശം അകത്ത് കടക്കും. അപ്പോൾ വളരെ മോശം അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ലെൻസ് അതിൻ്റെ അകത്ത് UV ലൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ UV ലൈറ്റ് കണ്ടകത്ത് കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്നത് പോലെ നമുക്ക് റെപ്യൂട്ടായിട്ടുള്ള ബ്രാൻഡ്, നല്ല ബ്രാൻഡുള്ള സൺഗ്ലാസുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വഴിയോരങ്ങൾ വാങ്ങിച്ചാൽ വലിയ കുഴപ്പം വരുമെന്ന് പറയാനായിട്ട് ഒക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ബുദ്ധിമുട്ട് ലെൻസിൽ ഓളമുണ്ടെങ്കിൽ തലവേദന, കണ്ണുവേദന വരാൻ ചാൻസ് ഉണ്ട്. UV ഫിൽട്രേഷൻ നല്ല രീതിയിൽ നടക്കുന്നില്ല എങ്കിൽ കണ്ണടകൾ വെക്കുമ്പോൾ സാധാരണ വെളിച്ചം കടക്കുന്ന കുറവായതുകൊണ്ട് കൃഷ്ണമണി വികസിക്കുന്നു. അപ്പോൾ ഹാംഫുൾ കിരണങ്ങൾ അത് തടയുന്നില്ലെങ്കിൽ അത് കണ്ണിൻ്റെ നാടിയിലെത്താനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ, ഈ ചില വ്യക്തികൾ പ്രത്യേകിച്ചൊരു എനിക്ക് തോന്നുന്നു കുറച്ചൊരു 50s ഒക്കെ കഴിയുമ്പോൾ ഈ കണ്ണിന് പ്രശ്നവുമായി ചെല്ലുമ്പോൾ ചില ഡോക്ടേഴ്സ് ഇപ്പം ഞരമ്പ് തേയ്മാനമാണ്, അതൊരു എനിക്ക് തോന്നുന്നു സാധാരണ റിലേറ്റ് ചെയ്യാൻ അടി കിട്ടുമെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ പ്രായമായിട്ട് ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിസീസ് വരാൻ സാധ്യത. പക്ഷേ നമ്മൾ നോർമലി കഴിഞ്ഞ് 60+ലോട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ വരാറുണ്ട്, 50-ലും വരാറുണ്ട്. ഞരമ്പിൻ്റെ തേയ്മാനം ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു വാക്കാണെങ്കിലും സാധാരണ സംഭവിക്കുന്ന കണ്ണിൻ്റെ അകത്ത് ഡ്രൂസനോയിഡ് ചേഞ്ചസ് വരുന്നു. അതായത് കണ്ണിൻ്റെ അകത്ത് ഞരമ്പിൻ്റെ അകത്ത് ഡ്രൂസലുള്ള മെറ്റീരിയൽ നമ്മൾ കണ്ടാത്ത ഡെപ്പോസിറ്റ് ആവുന്നു. അത് ആൻറ്റി ഓക്സിഡൻറ്റ് ഫ്രീ റാഡിക്കൽ ടോക്സിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടാത്ത ഡാമേജ് വരുന്നത്.
അപ്പോൾ ഇന്ന കാരണം എന്തുകൊണ്ടാണ് കൊണ്ട് അത് ഇന്ന കാരണങ്ങളുണ്ടെന്ന് ശാസ്ത്രീയമായി പെർഫെക്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല എങ്കിലും വരാനുള്ള ഒരു കാരണം സൺലൈറ്റ് എക്സ്പോഷറായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് തീക്ഷ്ണമായ വെയിൽ കൊള്ളുന്നവർക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണ്. പുക വലിക്കുന്നവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. എക്സസൈസ് ചെയ്യാത്തവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഒക്കുന്നത്, സയൻറ്റിഫിക് ബേസ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഒക്കുന്നത്, നമുക്ക് സൺലൈറ്റ് എക്സ്പോഷർ അവോയ്ഡ് ചെയ്യുക, ഡെയിലി അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുക, പോഷകാഹാരം, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതുപോലത്തുള്ള കാര്യങ്ങൾ കഴിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഭാഗത്തും ചെയ്യാനായിട്ട് ഒക്കുന്നത്. ചിലർക്ക് ഇതൊന്നുമില്ല, ജനിതകമായിട്ടുള്ള പ്രീഡിസ്പോസിഷൻ ഉണ്ടെങ്കിൽ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ചെയ്യാൻ ഒക്കുന്ന കാര്യങ്ങൾ സൺലൈറ്റ് എക്സ്പോഷർ അവോയ്ഡ് ചെയ്യുക, ഡെയിലി അരമണിക്കൂറെങ്കിലും നടക്കുക, അതിൻ്റെ കൂടെ പോഷകാഹാരങ്ങൾ, വെള്ളം ഇതുപോലുള്ള കാര്യങ്ങൾ ആവശ്യത്തിൽ കുടിക്കുക. ഡോക്ടർ, ഈ സൺലൈറ്റ് എക്സ്പോഷർ കുറയ്ക്കാൻ പറയുമ്പോഴും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥിരമായിട്ട് നടന്ന് ജോലി സ്ഥലത്തേക്ക് പോകുന്ന ആൾക്കാർ ഇപ്പം പറയുന്നത് വെച്ചാൽ ഒരു 11 മണിക്ക് ശേഷം അല്ലെങ്കിൽ 10 മണിക്ക് ശേഷം കഴിയുന്നതും സൺലൈറ്റിലേക്ക് ഇറങ്ങരുതെന്നാണ് ഈ വേനൽക്കാലത്ത് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ടാർ റോഡിൽ നടന്നു പോയി ടാറിന്റെ ചൂട് കണ്ണിലേക്ക് അടിക്കുന്ന ഒരു പ്രശ്നം, അത് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളം ഒരുപാട് ഒഴിച്ചിട്ട് ആവി എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ, അതിനെ ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഇപ്പം നമ്മൾ പലപ്പോഴും ഇപ്പം ഈ പറഞ്ഞ പോലെ യൂട്യൂബിലൊക്കെ പല ഐ എക്സസൈസസും ഒക്കെ പറയുന്നുണ്ട്. പലതും എത്രത്തോളം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് നമുക്ക് സംശയമാണ്. അപ്പം എങ്ങനെയായിരിക്കണം ഒരു ഐ ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഇതിനകത്ത് നമ്മൾ എക്സസൈസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ നോർമലി ഇപ്പം എൻ്റെ മുഖത്തോ വീടിൻ്റെ മുഖത്തോ നോക്കിയാൽ നമ്മുടെ കണ്ണെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നേർന്നൊരു മസിലായത്, അതിന് സ്പെഷ്യലായിട്ട് വേറെ എക്സസൈസിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. പിന്നെ നമ്മൾ പല എക്സസൈസ് കണ്ണ് നമ്മൾ വെച്ചിട്ട് നടുക്കോട്ട് നോക്കിയിട്ട് കണ്ണ് നടുക്കോട്ട് വരെയുള്ള കൺവേർജൻസ് എക്സസൈസ് ഡൈവേർജൻ സ്ക്വിൻ്റ് ഉള്ളവർക്ക് പറയാറുണ്ട്, ആ മസിലിനെ ഒന്ന് ട്രെയിൻ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് കണ്ട് 4 ചുറ്റും 4 മസിലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന, കൂടാതെ ഒബ്ലീക്ക് മസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന 2 മസിൽ, എല്ലാം കൂടെ 6 മസിലാണ് ഉള്ളത്. ഈ 6 മസിലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നത്, ക്രമാതീതം ഇങ്ങനെ വലിക്കുന്നത് കൊണ്ട് കണ്ട പവറോ കണ്ട ഘടനയോ മാറ്റാൻ സാധിക്കില്ല. കാരണം അതൊരു ഫിസിക്സ് ആണ്. കാരണം നമ്മൾ 4 ചുറ്റും 4 മസിൽ ഇരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങനെ വലിയ 2 മസിൽ. അപ്പോൾ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എക്സസൈസ് ചെയ്തത് കൊണ്ട് കണ്ട പവർ മാറില്ല. പിന്നെ അകത്തുള്ള കണ്ണിൻ്റെ ഫോക്കസ് മാറ്റുന്ന സിലിയറി മസിലുള്ള മസിലാണ്. അപ്പോൾ ഇതിനൊന്നും തന്നെ നമ്മുടെ കണ്ണിൻ്റെ പവർ മാറ്റാൻ സാധിക്കില്ല. കണ്ട പവർ എന്ന് പറയുന്നത് കണ്ട കൃഷ്ണമണിയുടെ കർവേച്ചർ, ആകൃതി ഒരു ഘടകമാണ്. 2 കണ്ടാത്തുള്ള ലെൻസ് രണ്ടാമത്തെ ഒരു ഘടകമാണ്. 3 കണ്ട ലെങ്ത്. ഈ 3 ഘടകങ്ങളാണ് കണ്ട പവർ നിശ്ചയിക്കുന്നത്. അപ്പോൾ കൃഷ്ണമണിയുടെ ആകൃതി നമുക്ക് മസിൽ കൊണ്ട് മാറ്റാൻ സാധിക്കുന്നില്ല. ലെൻസിൻ്റെ പവർ നമുക്ക് ഈ സിലിയറി മസിലിൻ്റെ പ്രവർത്തനത്തിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് മാറ്റാൻ ഒക്കുന്നില്ല. അസ്റ്റിക് മാറ്റ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ 4 ചുറ്റും ഒരേപോലെയാണ് മസിലുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ദിശയിൽ മാത്രം ഈ മസിൽ നമുക്ക് വലിക്കാൻ ഒക്കില്ല, ഈ സിലിയറി മസിൽ. അതുകൊണ്ട് തന്നെ അസ്റ്റിക് മാറ്റ്സ് കൊണ്ട് കൺട്രോൾ ആക്കാൻ ഒക്കില്ല. കണ്ട ലെങ്ത് ഒരു ബോൾ പോലെ ആയിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒരു സൈഡിലോട്ട് മാത്രം വലിച്ചു നീട്ടാൻ നമുക്ക് കണ്ണിനെ കൊണ്ട് ഒക്കില്ല. അതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് നമുക്ക് കണ്ട എക്സസൈസ് കൊണ്ട് പവർ മാറ്റാൻ ഒക്കുന്നത് നമുക്ക് തെളിയിക്കപ്പെടാത്ത ഒരു ശാസ്ത്രമാണ്. 100 വർഷമായിട്ട് ബെയ്റ്റ്സ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ടെക്നീക്കാണ്. ഈ 100 വർഷത്തിനിടയിലും ഒരിടത്തും ശാസ്ത്രമേ തെളിയിക്കപ്പെട്ടില്ല. അതുകൊണ്ട് കണ്ണിൻ്റെ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയാൻ ഒക്കുന്നില്ല. പക്ഷേ ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ചെയ്യുന്നതിന് വേറെ തെറ്റൊന്നുണ്ട്. നമ്മൾ കണ്ണിങ്ങോട്ട് നോക്കുന്നു, അങ്ങോട്ടും മുകളിലോട്ട് നോക്കും, താഴോട്ട് നോക്കും. ജനറൽ എക്സസൈസിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ഡെയിലി എക്സസൈസിൻ്റെ വ്യക്തിയാണ്. ചിലപ്പോൾ സൈക്ലിംഗ് ആകാം, ചിലപ്പോൾ സ്വിമ്മിങ് ആകാം, ചിലപ്പോൾ ഓടാൻ പോകാം. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കണ്ണിനെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യുന്നതിന് ദോഷമൊന്നുമില്ല, നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യുന്നതിനുള്ള ഉദ്ദേശം ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ലിവിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എങ്കിൽ 100% ചെയ്യാം. പക്ഷെ കണ്ണിൻ്റെ പവർ ഇതുകൊണ്ട് മാറും, അല്ലെങ്കിൽ കണ്ടാത്ത ഇത് തിമിരം മാറും, ARMD മാറും, ഡയബറ്റീസ് മാറുന്നുള്ള ധാരണ നമുക്ക് ചെയ്യാനൊക്കെ. ഇതൊക്കെ മാറാനായിട്ട് അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ട് BP, ഷുഗറും കൊളസ്ട്രോളൊക്കെ മരുന്ന് കഴിച്ചാൽ ഇതൊക്കെ മാറുള്ളൂ. അതെ അതെ ഡോക്ടർ, നമ്മൾ ഐ ഡ്രൈനസിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ചോദിച്ചൊരു ഉത്തരം ഞാൻ പറഞ്ഞില്ല, ബാക്കിയെല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമ്മൾ കണ്ടത്ത് ഒരുപാട് വെയിലത്ത് ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് റൂമിൽ ചെല്ലുമ്പോൾ ആ ഒരു സമയത്ത് തണുത്ത വെളിച്ച് കഴുകുന്നത് ഡെഫിനറ്റ്ലി നല്ലതാണ്. കാര്യം നമ്മൾ പോയ പൊടികൾ കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം കഴുകുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ നമ്മൾ ടിയർ സപ്ലിമെൻറ്റ് ഡ്രോപ്സ് അത് കണ്ണിൽ ഫ്രീക്വൻ്റായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണീരിന് പറ്റിയിട്ടുള്ള, അതായത് നമ്മൾ ചൂടത്ത് പോകുമ്പോൾ കണ്ണീര് പറ്റിപ്പോകുന്നു. അപ്പോൾ അതിൻ്റെ അതേ കാര്യങ്ങൾ വെച്ച് തന്നെ റിപ്ലനിഷ് ചെയ്യുകയാണ്. അപ്പം വെറും വെള്ളമാണെങ്കിൽ ജലം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കണ്ണീർ തുള്ളികളാവുമ്പോൾ അതിൻ്റെ അകത്ത് ബാക്കിയുള്ള ഇലക്ട്രോലൈറ്റ്സും ബാക്കിയുള്ള ഘടകങ്ങളും കൂടെ ഉള്ളത് കൊണ്ട്, സോഡിയം ഹാൽബുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഒരു കോർണിയ ഫ്രണ്ട്ലിയാണ്. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഒരുപാട് വെയിലത്ത് പോകുമ്പോൾ വീണ ചോദിച്ചതുപോലെ ഒരുപാട് നിർബന്ധമായി ഒരു കുട ചൂടുക.
അതിപ്പോൾ ആണുങ്ങൾ കുട പിടിച്ച ആൾക്കാരൊക്കെ കളിയാക്കുമെന്ന് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് ഒരു തുപ്പിയെങ്കിലും വെക്കുക, സൺഗ്ലാസ് നിർബന്ധമായിട്ടും വെക്കുക. ഡോക്ടർ, ഈ ടിയർ ഡ്രോപ്സിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ, അത് അതിനൊരു പ്രൊലോങ്ഡ് യൂസ്, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിപ്പം ലാപ്ടോപ്പ് സ്ഥിരം ഉപയോഗിക്കുന്നവരെ അതായത് ഞാനിപ്പം ഒരു TSMM ഡ്രോപ്സ് എഴുതുമ്പോൾ നോക്കുന്നത്, ഒന്ന് അതിൻ്റെ കോസ്റ്റ്, രണ്ട് അവരെത്ര ഫ്രീക്വൻ്റായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ വല്ലപ്പോഴും തുള്ളിമരുന്ന് ഒഴിക്കുന്നെങ്കിൽ നമ്മൾ വില കുറച്ച് കുറഞ്ഞതും അത്രത്തോളം കണ്ണീരുമായിട്ട് സാമ്യം ഇല്ലാത്ത തുള്ളിമരുന്ന് നമ്മൾ എഴുതാറുണ്ട്. 100-120 രൂപയ്ക്കകത്ത് കിട്ടും. പക്ഷേ നിരന്തരം ഉപയോഗിക്കേണ്ടി വരുന്നു, ദിവസം 6-8 നേരം ഉപയോഗിക്കേണ്ടി വരുന്നു. കണ്ണ് ഓൾറെഡി വീക്കാണ്. അതായത് സിക്കാട്രിസിൽ പെംഫിഗോയിഡ് പോലുള്ള അല്ലെങ്കിൽ സിക്ക പോലത്തുള്ള കെരട്ടോകണ്ടിസ് പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ നിരന്തരം ഒഴിക്കേണ്ടതുണ്ട്. കണ്ണ് അത്രത്തോളം പെർഫെക്റ്റ്ലി ഹെൽത്തി അല്ല എങ്കിൽ നമ്മൾ പ്രിസർവേറ്റീവ് ഫ്രീ മരുന്നിലോട്ട് മാറുന്നു. അതായത് നമുക്ക് ഏത് ഉൽപ്പന്നമാണെങ്കിലും, ഇപ്പോൾ ഒരു ജാം എടുത്താൽ തന്നെ തുറന്നു വെച്ചാൽ പൂപ്പൽ പിടിക്കും. അത് വരാതിരിക്കാൻ നമ്മളതിനകത്ത് കെമിക്കലായിരുന്നു. പിക്കിൾ തുറന്നു വെച്ചാൽ പൂപ്പൽ വരും, കുറച്ച് ആളെങ്കിലും പ്രിസർവേറ്റീവ്. അപ്പോൾ നമ്മൾ തുള്ളി മരുന്നുകൾക്കും പ്രിസർവേറ്റീവ് ഉണ്ട്, പ്രിസർവേറ്റീവ് ഇല്ലാത്ത മരുന്നുകളും ഉണ്ട്. അപ്പോൾ പ്രിസർവേറ്റീവ് ഇല്ലാത്ത മരുന്നുകൾക്കകത്ത് തുള്ളി മരുന്നിൻ്റെ ഘടന, ബോട്ടിൻ്റെ ഘടന എന്ന് വെച്ചാൽ വെളിയിൽ നിന്നുള്ള വായു അതിൻ്റെ അകത്ത് കടക്കാതിരിക്കാൻ ഒരു വാൽവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചുകൂടെ എക്സ്പെൻസീവാണ്. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. ചില പ്രിസർവേറ്റീവ്സ് നമ്മൾ വെള്ളോട്ട് വരുമ്പോൾ അത് വെള്ളവും ഓക്സിജനായിട്ട് മാറുന്നു. അങ്ങനെയുള്ള പ്രിസർവേറ്റീവുള്ള മരുന്ന് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ സാധാരണ തുള്ളി മരുന്നുകൾ കൊടുക്കുന്നു. രണ്ടാമത് കുറച്ചുകൂടെ സെൻസിറ്റീവ് കണ്ണുള്ളവർക്ക് BAK പോലത്തെ മറ്റേ എയറിലോട്ട് വരുമ്പോൾ വെള്ളമായിട്ട് മാറുന്ന പ്രിസർവേറ്റീവുള്ള മരുന്നുകൾ കൊടുക്കുന്നു. അതിലും നമുക്ക് കുറച്ചുകൂടെ സേഫുള്ള മരുന്ന് വേണമെങ്കിൽ പ്രിസർവേറ്റീവ് ടോട്ടലി ഫ്രീ ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് തരം തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ലൂബ്രിക്കൻ്റ് ഐ ഡ്രോപ്സ് ഓവർ ദ കൗണ്ടർ, ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ വേണ്ട. അപ്പം ബ്രാൻഡ് വെച്ചാൽ 200-300ഓളം ബ്രാൻഡുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മുടെ മെഡിക്കൽ സ്റ്റോപ്പിൽ പോയിട്ട് കണ്ണീരിന് പകരമുള്ള ലൂബ്രിക്കൻ്റ് ഐ ഡ്രോപ്സ് വിതൗട്ട് പ്രിസ്ക്രിപ്ഷൻ ഓവർ ദ OTC മെഡിസിൻ ആയിട്ടുള്ള മരുന്നുകൾ വാങ്ങിച്ചുപയോഗിക്കുന്നതിന് ദോഷമില്ല. പക്ഷേ കണ്ണിൽ കാഴ്ചയ്ക്ക് മങ്ങൽ, തട്ടൽ, വേദന ഇതൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായി നേത്രവിദഗ്ധരെ കാണിക്കുക. അല്ല കുളിർമയ്ക്ക് വേണ്ടിയിട്ട് ഒരു TS സപ്ലിമെൻറ്റ് ഡ്രോപ്സ് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. കെയറിംഗ് ഹാൻഡ്സിൽ ശരിക്കും വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു മണിക്കൂറാണ് കടന്നുപോയത് എന്ന് വിശ്വസിക്കുന്നു. പ്രേക്ഷകർക്കും വളരെ ഹെൽപ്ഫുള്ളായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ ഡെവിൻ പ്രഭാകറാണ്, ദിവ്യപ്രഭ ഐ ഹോസ്പിറ്റൽ കുമാരപുരം ഹോസ്പിറ്റലിലെ വൈസ് ചെയർമാനായിരുന്നു. അപ്പോൾ ഡോക്ടർ ഒരുപാട് നന്ദി. പ്രേക്ഷകർക്കും നമ്മുടെ കോളേഴ്സിനും നന്ദി. താങ്ക് യു.